हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇഷ്ടപ്പെട്ട പാട്ടാ. ഓ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഒരു മൂവി സോങ് കേട്ടപ്പോൾ അല്ലേ? പക്ഷെ ഇതിൽ ഭഗവാന്റെ നാമം ഉണ്ടല്ലോ, പിന്നെ പ്രണയമുണ്ട് അല്ലേ? Today you are looking high energy level. അപ്പം ഞാൻ എനർജി ലെവൽ അല്ലേ? ആരാ പറഞ്ഞത്? അഭിലാഷ് പ്രഭു. യെസ്, മൈ ഫേവറേറ്റ് സോങ് വിജയ് കുമാർ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ ക്ലാസ് എടുക്കാമെന്ന് കരുതി, പക്ഷേ സാധിച്ചില്ല. കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 2-3 വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴേക്കും ഷെയറിങ് വളരെ കുറവാണ്. എനിക്ക് കാണാൻ പറ്റും നമ്മുടെ പേജ് ത്രൂ ആരൊക്കെയാണ് ഏതൊക്കെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന്. സോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ശ്രീല പ്രഭുപാജി നമ്മളോട് പറയുന്നു, കൃഷ്ണാവബോധ പ്രചരണം എത്രത്തോളം നമ്മൾ ചെയ്യുന്നുവോ, ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യോഗം ക്ഷേമം വഹാമ്യഹ എന്നാണ് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു വരുമെന്നാണ് പറയുന്നത്. സോ നമ്മളെല്ലാവരും കലിയുഗത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താഗ്രഹിച്ചുകൊണ്ടാണോ നമ്മളൊരു ജന്മത്തിൽ നിന്ന് വിടവാകുന്നത്, അതേ കാര്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും പുനർജന്മം എടുക്കുന്നതായിരിക്കും. സോ അത് കാരണം എല്ലാവരും ചെയ്യേണ്ടത് കൃഷ്ണാവബോധ പ്രചരണമാണ്. പ്രീച്ചിങ് ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം തമോ ഗുണത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം പ്രീച്ചിങ് ചെയ്യുക. എത്രത്തോളം പ്രീച്ചിങ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അത്രത്തോളം നമ്മൾ ഭഗവാനിലേക്കുള്ള ഒരു അടുപ്പം കാത്ത് സൂക്ഷിക്കുകയാണ്. അത് ആരും മറക്കരുത്. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. പിന്നെ സഞ്ജൂട്ടൻ്റെ വയ്യായികൊക്കെ മാറി ഓക്കെയാണ്.
ഒരുപാട് സന്തോഷം. നമ്മുടെ തിരുപ്പതി അന്നദാനം വരുന്നത് 7th ഞാൻ ഇവിടുന്ന് 6ാം തീയതി വൈകുന്നേരം തിരുപ്പതിയിലേക്ക് പോകും. 7ാം തീയതി നമുക്ക് തിരുപ്പതിയിൽ വെച്ചിട്ട് അന്നദാനമുണ്ട്. ആർക്കെങ്കിലും ഇനിയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കോൺടാക്റ്റിലേക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. എന്തെങ്കിലും മോന് സുഖമായി മാതാജി. വേറെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അമ്മയുടെ കുഞ്ഞിനെത്തിപ്പോൾ ഇന്ന് തൊട്ടടുത്തിരുന്നിട്ട് നടക്കട്ടെ. പിന്നെ ഇതാണോ വിശേഷം? വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഒന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. എത്ര പേരാണ് ഷെയർ ചെയ്യാത്തത്? മോൻ ഇവിടെ ഉണ്ട്, അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ വരും. അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് 1-2 ബുക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഹരേ കൃഷ്ണ അച്ഛാ. മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ്? എല്ലാവരും ഷെയർ ചെയ്യൂ. മാതാജി ഇന്ന് വിളിക്കാൻ സാധിച്ചില്ല, സാരമില്ല, നാളെ മറ്റന്നാളോ വിളിച്ചോളൂ. വൃന്ദാവനത്തിൽ എന്നാണ് പോകുന്നത്? നവംബറിലാണ് പോകുന്നത്. മാതാജി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലോക്ക് ആയിരിക്കും അല്ലേ? സാരമില്ല, അത് കഴിയുമ്പോൾ ചെയ്തോളൂ. സാരമില്ല, ബ്ലോക്ക് കഴിയുമ്പോൾ ചെയ്താൽ മതി. മാക്സിമം നമ്മൾ ഷെയർ ചെയ്യണം. ഷെയറിങ് നമുക്ക് വളരെ കുറവായി വരികയാണ്, അത് പാടില്ല. മാക്സിമം പ്രീച്ച് ചെയ്യണം. സിനി മാതാജി ചെയ്തു. പിന്നെന്താ, ഇന്ന് സൂപ്പർ സുന്ദരിയായിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രാവിലെ മുതൽ വീട്ടിൽ ഓരോ പണികളും കാര്യങ്ങളും ഷോപ്പിലെ തിരക്കൊക്കെ ആയിരുന്നു. ഓടി വന്ന് ക്ലാസ്സിലിരുന്നതാണ്. മോൻ്റെ പനിയൊക്കെ മാറി. മോന് ഡെങ്കു ഫീവറായിരുന്നു. ഡെങ്കുവിൻ്റെയും H1-ൻ്റെയും നടുക്കായിപ്പോയി. അപ്പം കുറഞ്ഞു, ഓക്കെ ആയി. ഭഗവാന്റെ കാരുണ്യം. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, ഒത്തിരി പേര് മെസ്സേജിലൂടെ കാര്യങ്ങൾ തിരക്കി. ഒത്തിരി പേരുടെ മെസ്സേജിന് ഇനിയും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇന്ന് ഒരുപാട് പേരുടെ മെസ്സേജിന് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൻ ഡിസ്ചാർജ് ആയി മാതാജി. വിട്ടോ താഴെ സൂപ്പർ മാർക്കറ്റ് അടക്കുന്നതിനേക്കാളും മുമ്പേ പൊക്കോളൂ. പിന്നെ മോനെ കാണിക്കാം. മോനിപ്പോൾ വരും, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരും. ബുക്സ് കളക്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്, നോട്ട്സ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരിക്കണം. വരും അവൻ. ഭയങ്കര ഷൈ ആണ്, ഓൺലൈനിൽ വരാൻ ഒരു രക്ഷയില്ല. സാരമില്ല പ്രവിത മാതാജി. മനസ്സിൻ്റെ ശുദ്ധതയാവാം സുന്ദരിയായി തോന്നുന്നതെന്ന്. ആണോ? അല്ലാതെ റെസ്റ്റ് ഇല്ലാതെ ഓടി പണിയെടുത്തിട്ടില്ല അല്ലേ? ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരു അത്യാവശ്യ സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ താഴെ പോകണം. എൻ്റെ പേരിലവിടെ ബില്ല് വരും. എന്നോട് പറയാം, അമ്മ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചോട്ടെ. അപ്പോൾ ദിവ്യ മാതാജി പറയണം സ്നിക്കേഴ്സ് മതിയെന്ന്. ഒരുത്തം വിടുന്നൊരു 100 കൊണ്ട് പോയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നകുൽ കെ ഗോകുലൻ്റെ മെസ്സേജ് കാണുന്നില്ലേ? എന്ത് പറ്റി? മെസ്സേജ് അയച്ചിരുന്നു മഞ്ജരീസിലേക്ക്? ഇന്ന് കുറേ നോക്കി വന്നിട്ടുണ്ട്. ഇനിയും നോക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? കണ്ണൻ പ്രഭു പറയുന്നു എൻ്റെ കൃഷ്ണാന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ അനാഥാലയത്തിൽ ഒരു എന്താ പറയുക, അമ്മയുടെ പിറന്നാളാണെന്ന്. അപ്പം നാളെ 1-2 അമ്മമാരെ അവർ ചെക്കപ്പിന് കൊണ്ടുപോകണം. അപ്പോൾ അവരും കൂടെ ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് മറ്റന്നാൾ നമ്മൾ അവരുടെ ബർത്ത്ഡേ ആഘോഷമാണ്. ആരോരും ഇല്ലാത്ത അമ്മമാരാണ്, തീർത്തും പാവങ്ങളാണ്. അതിലൊരു അമ്മയുടെ പിറന്നാളാണ്. അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് അവർക്ക് പ്രതീക്ഷിക്കാനൊന്നും ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല അല്ലേ? അമ്മ എന്ന് പറയുന്ന വലിയ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറേ പേര്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അവരുടെ സ്വഭാവങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, അവരൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. ഈ ഭൂമിയിലേക്ക് നമ്മൾ വരാൻ ഒരു പൊക്കിൽ കൊടി ബന്ധം അതിന് കാരണമായത് നമ്മുടെ അമ്മമാരാണ്. ആ 10 മാസം അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് നമ്മൾ സ്ത്രീകൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരെ ഉപേക്ഷിക്കാൻ പല സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് അമ്മയായാലും ശരി, അമ്മായിയമ്മയായാലും ശരി, ആരായാലും ശരി, അവരെ നമ്മൾ എന്താ പറയുക, ഒരിക്കലും കൈയൊഴിയരുത്.
കൈ ഒഴിയാതെ. അപ്പം ആ അമ്മമാർക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നടത്തി കൊടുക്കാൻ നമ്മളുടെ മുമ്പിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുത്തിരിക്കണം. 55 അമ്മമാരുണ്ട്, 5. അപ്പം അവർക്ക് ഞാൻ ആലോചിച്ചിട്ട് ഒരു നൈറ്റി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നൈറ്റിയും കുറച്ചൊക്കെ മുസ്ലിംസ് ആയതുകൊണ്ട് അവർ ഷോൾസ് യൂസ് ചെയ്യും. അപ്പം ഒരു 280-300 രൂപ കൊടുത്താലേ ഇപ്പം നല്ലൊരു നൈറ്റി കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു നൈറ്റിയും ഷോളും കൂടെ നമുക്ക് കൊടുക്കണം. പിന്നെ നമ്മളൊരു സദ്യ, ഒരു കേക്ക്, അപ്പം എഗ്ലെസ് കേക്കിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ്സ്, ഒരു പായസം. പിന്നെ അവർക്ക് എന്താ പറയുക, അവർക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അത് കൊടുക്കാമെന്ന് ഓർത്തു. മറ്റന്നാളാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ബർത്ത്ഡേ ബേബി എന്ന് തന്നെ പറയണം. ബർത്ത്ഡേ അമ്മ പറയുന്നത്, മോളെ അമ്മയ്ക്കൊരു മിഠായി മതി എന്നാണ് പറഞ്ഞത്. ഒരു മിഠായി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മിഠായിലൊന്നും ഒതുങ്ങില്ലേ മഞ്ജരീസ് വരുമ്പോൾ എന്ന് പറയാം. പിന്നെ എന്തുകൊണ്ട് ഒരു മോളെ? ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എന്താ വേണ്ടേ? അമ്മയ്ക്കൊരു സാരി വേണം എന്ന് പറഞ്ഞു. എത്ര രൂപ ഉണ്ടാവും ഒരു സാരിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പൊതുവെ അവരെല്ലാവരും നൈറ്റിയാണ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞു അമ്മയ്ക്കൊരു സാരി അല്ലേ വേണ്ടത്? എനിക്കൊരു ഓറഞ്ച് കളർ സാരി വേണമെന്ന്. ഇതാണ് ആ അമ്മയ്ക്ക് ഒരാഗ്രഹം. ചിന്തിച്ച് നോക്കണം. അവർ ജന്മം നൽകിയത് ആർക്കൊക്കെയോ ആണ്. പക്ഷേ നമുക്ക് ജന്മം നൽകിയില്ലെങ്കിലും അമ്മ എന്ന വാക്കിൽ അത് കംപ്ലീറ്റ് ആണ്. ഈ ലോകത്തിൽ ഒരു വേർഡും കംപ്ലീറ്റ് അല്ലെങ്കിലും അമ്മ എന്ന വാക്ക് കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ അമ്മമാർക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണ്. എന്താ പറയുക, അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് മറ്റന്നാൾ. 55 പേർക്കാണ് നമ്മളവിടെ ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നത്. താല്പര്യമുള്ളവരൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. കാരണം മഞ്ജരീസ് അങ്ങനെ ഒരു വെൽത്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം എന്നറിയാം. അപ്പോൾ ആവശ്യമുള്ളത് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ അമ്പാടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമ്പാടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് പേയ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. നേരിട്ട് ചെന്നിട്ട് അത് കൊടുക്കുമ്പോൾ ഞാൻ ലൈവ് ഇടും. ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണെന്നുള്ളത് പേര് വായിക്കും. പിന്നെ നമ്മുടെ സുനിൽ ചേട്ടൻ്റെ വീൽ ചെയർ ഇനിയും കുറച്ച് പൈസ വേണം. ഞാൻ അത് കളക്ട് ചെയ്യാനുള്ളൊരു തത്രപ്പാടിലാണ്. അതും കൂടി ആയി കഴിയുമ്പോൾ വീൽ ചെയറുമായിട്ട് നമ്മൾ ഉടനെ തിരുവനന്തപുരത്ത് എത്തുന്നതായിരിക്കും. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ളവരെ ഇൻഫോം ചെയ്യും. നിങ്ങളും വരിക, നമുക്ക് കൊടുക്കാം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ അമ്മമാരെ, അതാരായാലും ശരി, അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കാക്കരുത്. പലവിധ സ്വഭാവമുള്ള അമ്മമാരുണ്ടായേക്കാം. അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചേർത്ത് പിടിക്കുക ഹൃദയത്തോട്. എത്രത്തോളം അമ്മമാരെ ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നോ അത്രത്തോളം നമുക്ക് ആനന്ദം കിട്ടും ജീവിതത്തിൽ. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് മനസ്സിലാക്കുക. അമ്മയുള്ളൊരു കാലം വരെ മാത്രമേ നമുക്ക് എന്തുള്ളൂ. ഇപ്പം അത് നമുക്ക് ജന്മം നൽകിയ അമ്മ തന്നെ ആയിരിക്കണം എന്നൊന്നില്ല. എനിക്ക് ദിവസവും രാവിലെ ഒരുപാട് അമ്മമാരുടെ മെസ്സേജ് വരും, ഒത്തിരി അമ്മമാരുടെ മെസ്സേജ്. അതിൽ എല്ലാവരും ഉണ്ട്. അപ്പം ഒരമ്മ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, ഒരമ്മ എപ്പോഴും എന്നോട് പറയും, മോളെ കഴിച്ചോ കുടിച്ചോ, അമ്മു നീ എവിടെയാണ്, എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്നെ പ്രസവിച്ചില്ലെങ്കിലും ആ അമ്മയ്ക്ക് എന്നോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് 1-2 പ്രാവശ്യമേ എന്നെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാ അമ്മമാർക്കും ഉണ്ട് കേട്ടോ. എങ്കിൽ കൂടിയും അവർക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതാണൊരു മാതൃത്വം എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു ശ്രീകുമാരി മാതാജി, താങ്ക് യു സോ മച്ച്. അപ്പം ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് കിട്ടുമ്പോഴും എനിക്ക് മാത്രമല്ല കിട്ടുന്നത്, മഞ്ജരീസിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ആ ചോറും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടു ചെല്ലുന്നത് നിസാരം ഒരു സദ്യയാണ്. പക്ഷേ ആ സദ്യ കൊടുക്കുമ്പം അവർക്കുള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം, അത് എത്ര കോടി ജന്മങ്ങൾ നമ്മളെടുത്താലും എത്ര കോടി സമ്പാദിച്ചാലും അതിന് പകരമാവില്ല. മക്കൾ ഉപേക്ഷിച്ച ആ അമ്മമാരുടെ പിറന്നാൾ, ഒരാളുടെ പിറന്നാൾ ആഘോഷം ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു എത്ര പേരുടെ ബർത്ത്ഡേസ് വരുന്നു? 55 പേരുടെ ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ എത്ര പേരുടെ ബർത്ത്ഡേ വരുന്നു അതെന്നെ അറിയിക്കുക. മഞ്ജരീസ് അത് ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം അവർക്കുണ്ടായൊരു ആനന്ദം വേറൊന്നുമില്ല. നമ്മൾ തെരുവുകളിലെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ, വസ്ത്രം കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ആരോരുമില്ലാത്ത ഒരു അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചുകൂടാ? അവിടെയുള്ള അമ്മമാരുടെ പിറന്നാൾ ആഘോഷിച്ചുകൂടാ? ഒരു നേരം നമ്മൾ ഭക്ഷണം മാറ്റി വയ്ക്കും. അവരുടെ സന്തോഷമല്ലേ ഈ ലോകത്തെ ഏറ്റവും വലുത്. അവരുടെ മക്കൾ എന്ത് കാരണത്താൽ അവരെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ അവർ ഒറ്റയ്ക്കായി എന്നുള്ളത് നമ്മൾ നോക്കണ്ട. അത് നമ്മൾ ചിന്തിക്കേ വേണ്ട, അത് വിട്ടേക്കൂ. നമ്മൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും സമൂഹത്തിന്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. ഇതെടുക്കണം ക്ലാസ്സിലാന്ന് പറയും, വളരെ ഹാപ്പിയാണ്. നമുക്കത് ചെയ്തു കൊടുക്കണം. നമുക്ക് അവർ വേണം. നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. നമുക്ക് പണം ഉണ്ടാക്കണം, നമ്മൾ ജീവിക്കണം, നമ്മൾ വലിയ പൊസിഷനിലെത്തണം, നമ്മൾ ചേർത്ത് വയ്ക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സൈഡ് പോകുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ, ഇനി ആരും വരാനില്ല, നോക്കാനില്ല, ഒന്നും പറയാനില്ല, ചോദിക്കാനില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ കഴിയുന്ന ഒരു പറ്റം അമ്മമാർ, പേറ്റുനോവ് അറിഞ്ഞ് പെറ്റ മക്കൾ ഉപേക്ഷിച്ച ആ അമ്മമാർ നമുക്ക് ചേർത്ത് പിടിച്ചൂടെ? അപ്പോൾ മറ്റന്നാളാണ് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ പിറന്നാൾ.
ലക്ഷ്മിക്കുട്ടിയുടെ അമ്മയുടെ പിറന്നാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈവ് ഇടും. അമ്മയുടെ റിയാക്ഷൻസ് നിങ്ങൾക്ക് ലൈവിലൂടെ കാണാം. ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് അമ്മയുമായിട്ട് കേക്ക് കട്ടിങ് ആഘോഷത്തിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രശ്നമുണ്ട്, എനിക്ക് വൈഫൈ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബോധ്യമായി തോന്നുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് പുറത്തേക്ക് ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ട് ലൈവ് ഇടാൻ പാകത്തിൽ എല്ലാം ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റ്സ്. കാരണം അത് കാണുമ്പം ലോകത്തിന് തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പം നമുക്ക് അവർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു വലിയൊരു ഫണ്ടുള്ള ഒരു ട്രസ്റ്റൊന്നുമല്ല നമ്മളുടേത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്നു, അത് കാര്യങ്ങൾ ചെയ്തു പോകുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചെല്ലാനം ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു ധ്വജസ്തംഭം വെച്ചതും 50,001 രൂപ കൊടുത്തതും ആ ധ്വജസ്തംഭം പൂർത്തിയായി. അവരെനിക്ക് വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ഗ്രൂപ്പിലിടാം. അപ്പം മാതാജി ടേക്ക് റെസ്റ്റ്. ഓക്കെ, അപ്പം എനിക്കവർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, മാതാജി മഞ്ജരീസിൻ്റെ വകയായിട്ടുള്ള ധ്വജസ്തംഭം പണി പൂർത്തിയായി, ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും ഞാൻ പോയി കാണും. സാധിക്കുന്നവരൊക്കെ ചെല്ലാനും ക്ഷേത്രത്തിൽ പോവുക. അവിടെ പോയിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തു കൊടുക്കുക. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ പല ക്ഷേത്രങ്ങളിലും ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും ആലോചിച്ചു. ഒരെണ്ണം എന്നല്ല 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. എന്തായാലും പോട്ടെ. മെസ്സേജ് നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഈ ഓട്ടത്തിനിടയിൽ പലതും സാധിക്കില്ല. അപ്പോൾ അവർ അത് കൃത്യമായി നോക്കി റിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പരിധി വരേക്കും എനിക്ക് ക്ലാസ്സുകൾ പക്കയായിട്ട് എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതും കുറച്ച് സ്റ്റോപ്പായി പോവും. ഒരുപാട് മെസ്സേജസ് കാര്യങ്ങൾ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. ഒരുപാട് പാവപ്പെട്ടവരും വിഷമിക്കുന്നവരൊക്കെ നമുക്ക് റിപ്ലൈ തരുമ്പോൾ, അവർ മെസ്സേജ് ഇടുമ്പോൾ നമുക്കതിന് റിപ്ലൈ കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ നമ്മുടെ ക്ലാസ്സിൽ? മാക്സിമം ഷെയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പല്ല് പുഴുപ്പല്ലാകുമെന്ന് ജ്യോതി അരുൺ മാതാജി. ആവും മാതാജി, അത്രത്തോളം ചോക്ലേറ്റ്സ് തിന്നുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ മറ്റന്നാൾ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ബർത്ത്ഡേക്ക് മുൻകൂട്ടി ചോക്ലേറ്റ് ഇവിടെ വാങ്ങി വെക്കാത്തതിൻ്റെ റീസൺ 3 പേരാണ്. ഒന്ന് ദിവ്യ മാതാജി, ഒന്ന് വിഷ്ണു, ഒന്ന് സഞ്ജൂട്ടൻ. ഈ 3 കാര്യങ്ങൾ പേടിച്ചാണ് ഞാനിവിടെ നേരത്തെ ചോക്ലേറ്റ് വാങ്ങി വെക്കാത്തത്. ദിവ്യക്ക് ചെന്നൈയിൽ ചെന്നിട്ട് പല്ലെടുക്കാനുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. 2 പേരും തിന്നുന്നുണ്ട്, ഒരാളല്ല, 2 പേരും തിന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അധ്യായം 6 16ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു. 17ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. യുക്താഹാര വിഹാരസ്യ യുക്താചേഷ്ടസ്യ കർമ്മസു യുക്താ സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്താഹാര വിഹാരസ്യ എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായിരിക്കുന്ന ആഹാര വിഹാരങ്ങളോട് കൂടിയവനായിട്ട്. നമുക്കെല്ലാം ഭക്ഷണം കഴിക്കുന്നതിനൊരു നിയന്ത്രിതമായ ഒരളവുണ്ട് അല്ലേ. ചിലവരിങ്ങനെ ഇരുന്നങ്ങ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അത് ബിന്ദുമ്മ കഴിക്കും, നന്നായിട്ട് കഴിക്കും. ഇവർ കൊടുക്കില്ല, അത് താഴെ പോയി സ്വന്തമായി വാങ്ങും, എൻ്റെ പേരുള്ള അക്കൗണ്ടിൽ എഴുതി വയ്ക്കും. അപ്പോൾ നിയന്ത്രിതമായിരിക്കുന്ന ആഹാര വിഹാരങ്ങളോട് കൂടി. ചക്കരെ, എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആൻറ്റി കണ്ടടാ 8ാം തീയതിയാണെന്നൊക്കെ. ഓക്കെ, നോക്കിയിട്ടില്ല അജിത് പ്രഭു, മെസ്സേജ് വാട്സപ്പിലേക്ക് ഇട്ടോളൂ, ഞാൻ നോക്കിക്കോളാം. വിഷ്ണുവിൻ്റെ കാര്യം കിച്ചൂട്ടിനോട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഞാൻ തിരിച്ചു പോയിട്ട് വീണ്ടും പറയും. അപ്പം കർമ്മസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ. രമണൻ പ്രഭു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചുമ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ന് നമ്മളൊരു ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലല്ലേ, ആയുർമഞ്ജരിയിൽ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ പറയും, ഭഗവാൻ കുറച്ച് തരും, പേടിക്കണ്ട കേട്ടോ. യുക്തമായ ചേഷ്ടകളോട് കൂടിയവനായിട്ട്, നിയന്ത്രിതമായിരിക്കുന്ന ഉറക്കവും ഉണർവും ഉള്ളവനായിട്ട്, ദുഃഖനാശകനായിട്ട് അങ്ങനെ ഭവിക്കുകയാണ് അല്ലേ. നമുക്കെല്ലാവർക്കും എന്തുണ്ട്, ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആവുകയാണ്. ഹരേ കൃഷ്ണ പ്രഭു, വളരെ എക്സൈറ്റഡ് ആവുകയാണ്. ഒന്നുകിൽ അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ, അല്ലെങ്കിൽ അതിൻ്റെ താഴ്ന്ന ലെവൽ വരെ. എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് പോകുന്നത്? നമ്മളെപ്പോഴും എന്ത് പ്രശ്നം എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മൾ അതിൻ്റെ മിഡിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കണം. ഒന്നും അതിൻ്റെ എക്സ്ട്രീം ലെവലിലും പോയി ചെയ്യരുത്, ഒന്നും അതിൻ്റെ താഴത്തെ ലെവലിലേക്കും പോകരുത്. നമ്മളൊരു നടുക്ക് നിന്നുകൊണ്ട് ഏതൊരു പ്രശ്നത്തെയും നമ്മൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കണം. ഇനി എന്ത് ചെയ്യാം? ഒരു പ്രശ്നത്തിലും ഒരാളും തീർത്തും പെട്ടുപോകുന്നില്ല.
ഒരിക്കലും ഈ ലോകത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വെക്കണം. അതിന് നമുക്ക് അചഞ്ചലമായ ഒരു ഭക്തി ഭഗവാനോട് ഉണ്ടാവണം. അതാണ് ഈ ഒരു 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷണം, ഉറക്കം, അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത്, അമിതമായിട്ട് ഉറങ്ങരുത്. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു നമ്മൾ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയെന്ന്. കൃത്യം ഒരു 10:30 മണിക്ക് കിടന്നാലും നിങ്ങൾക്ക് എത്ര മണിക്ക് എഴുന്നേക്കാം എന്നുള്ളത് 6 hours വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 6 മണിക്കൂർ ഉറക്കമാണ് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജയന്തിയമ്മ വീണ ക്ലാസ്സിലാണ്, കുഴപ്പമില്ല. അപ്പം 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന വ്യക്തി ആരായാലും ശരി, അവർക്ക് എന്താ സംഭവിക്കുക? മന്ദത സംഭവിക്കും. അപ്പം നമ്മൾ പറയും ഒരുപാട് ടയേർഡായിരുന്നു, അങ്ങനെ അതൊന്നും നമ്മുടെ ഒരു റൊട്ടീൻ ലൈഫ്, അത് ഡിസോർഡർ ആണെങ്കിലും ഓർഡർ ആണെങ്കിലും ശരി, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഉറക്കത്തെ ജയിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ നാവിൻ്റെ രുചിയെ, ഉറക്കത്തെ, ഈ 2 കാര്യത്തെയും നമ്മൾ ജയിക്കണം. ഒരുപാട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങിത്തീരും ജീവിതം. ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പം നോക്കിയാലും ചില ആളുകൾക്ക് വിശപ്പ് 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 വിശപ്പ്. അത് തെറ്റാണ്. ഉപവാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊരു മെഷീൻ വാങ്ങുകയാണെങ്കിൽ ആ മെഷീൻ എന്താണ്? അതൊരു മനുഷ്യനിർമ്മിതമായ വസ്തുവാണ് അല്ലേ? അതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അത് എന്താവും? അതിൻ്റെ പണി മുടക്കും. അപ്പോൾ ആ ഒരു മെഷീന് പരിമിതികളുള്ളത് പോലെ മനുഷ്യ ശരീരത്തിനും പരിമിതികളുണ്ട്. നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം വാരി വലിച്ച് തിന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ പല പല കംപ്ലയിൻസ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പരിമിതമായ ഭക്ഷണം, മിതഭോജനം, അതെ, പരിമിതമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നാവിന് രുചിയുള്ളതൊന്നും ശരീരത്തിന് നല്ലതല്ല, ശരീരത്തിന് നല്ലതായിരിക്കുന്നത് നാവിന് രുചിയുണ്ടാവില്ല. ഈ ഒരു തത്വം നമ്മൾ എന്നും മനസ്സിൽ വെക്കണം. അങ്ങനെ പരിമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് പരിമിതമായ രീതിയിൽ ജീവിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു ഭക്ഷണം, ഉറക്കം, പ്രതിരോധം, ലൈംഗിക വേഴ്ച. ചില വ്യക്തികൾ എന്താ പറയുന്നത്, ലൈംഗികത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒത്തിരി ലേഡീസ് എന്നോട് സംസാരിക്കുമ്പം അവരുടെ പാർട്ട്നേഴ്സ് ലൈംഗികമായി അവരെ വല്ലാതെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കംപ്ലയിൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതൊക്കെ വളരെ 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 മോശമാണ്. മൃഗതുല്യരാണ്, മൃഗത്തേക്കാൾ താഴെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അതിനു വേണ്ടിയൊന്നും ജീവിതം കളയരുത്. ഹരേ കൃഷ്ണ ഉണരുന്നത് ഒരു ശീലമാക്കിയാൽ ഭഗവാൻ ഉണർത്തിത്തരും. സത്യമായ കാര്യമാണ്. എനിക്ക് ദിവസവും രാവിലെ 3 മണിയാകുമ്പോഴത്തേക്കും ശങ്കരനാരായണ അച്ഛൻ്റെ മെസ്സേജ് വരും. മിക്കപ്പോഴും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ടൈമിന് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? നമ്മൾ ഈ സമയത്ത് എഴുന്നേറ്റിരിക്കുകയാണെന്നോ? ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അതാണ് വാസ്തവം. നമ്മൾ ഓരോ ജോലികളിലായിരിക്കും. എനിവേ, എന്ത് തന്നെ ആയാലും മിതമായിരിക്കുന്ന ഉറക്കം, മിതമായിരിക്കുന്ന ഭക്ഷണക്രമങ്ങൾ, ഇത് നമ്മൾ വളരെയധികം പരിശീലിക്കണം. പിന്നെ ലൈംഗിക വേഴ്ച എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അഡൽട്സ് ഓൺലി ക്ലാസ് ആയതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അതിലങ്ങോട്ടേക്ക് അഡിക്ഷനായി പോകരുത്. അതുകൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല. മനസ്സിലാവുന്നുണ്ട്? പരസ്പരം പ്രണയം, അതാണ് ജീവിതത്തിൽ വേണ്ടത്. ഒരിക്കലും ശരീരത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. വ്യക്തികൾ തമ്മിൽ, ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു പരസ്പര പ്രണയം ഉണ്ടെങ്കിൽ ആ പ്രണയം തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ലൈംഗികത്തെ എപ്പോൾ നമ്മൾ മാനദണ്ഡമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നോ ആ ജീവിതം ഫെയിലിയറാണ്. ആ ജീവിതം ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് നമ്മുടെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, ഇപ്പം ഒരു കല്യാണം കഴിച്ചു, ഹസ്ബൻഡും വൈഫും നന്നായി ജീവിക്കണം. അപ്പോൾ ഒരു പെണ്ണ് കാണുന്ന ചടങ്ങിൽ മുതൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ ആ പുരുഷൻ കാണുന്ന സമയത്ത് എന്താ അവർക്ക് ഉണ്ടാവുന്നത്? കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ്. ആ ശരീരത്തിൻ്റെ അട്രാക്ഷനിലായിരിക്കും അവർ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്? പറയാൻ പറ്റാത്ത തമാശയാണ് ലൈവിൽ, അതുകൊണ്ടാണ് ഓഫ് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ട്രൂ കോളർ നമ്മുടെ ഫോണിലിടുന്നത് കൊണ്ട് ചിലവരുടെ പേര് വായിക്കുമ്പോൾ ചിരിച്ചു പോകും. കഴിഞ്ഞ ദിവസം ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഏലിയാമ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ആ പേര് ഞാൻ വായിച്ചു വന്നേ, യാമ കാണുന്നില്ല, എലി തട്ടിൻപുറത്തുനിന്നാണ് കാണുന്നത്. അവരുടെ പേര് ഏലിയമ്മ തട്ടിൻപുറത്തുനിന്നാണ്. അപ്പോൾ എലി തട്ടിൻപുറത്തുനിന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഏലിയാമയാണേ. ഞാൻ പറഞ്ഞു, ഓ ശരി അമ്മ പറയും. അപ്പം അങ്ങനെയുള്ള ഓരോരോ തമാശകൾ. ആന്ധ്രാപ്രദേശ് കേട്ടോ, ഉപേന്ദ്ര നാഗരിക് തിരിച്ചു വിളിക്കാൻ പറയും.
call you later. വേഗാട്ടെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അഡിക്ഷൻ ആവരുത്, ആരും ആവരുത്. ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കുക നമ്മുടെ പാർട്ട്നേഴ്സിനെ, എപ്പോഴും അതെ. ആ ഒരു സ്നേഹമേ നിലനിൽക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എപ്പോൾ നമ്മൾ ശരീരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്നേഹിക്കുന്നുവോ ആ നിമിഷം ആ ജീവിതം വേസ്റ്റായി പോകും. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസമൊക്കെ ഒരു കല്യാണ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ഒരു 6 മാസം, അതിൽ കൂടുതൽ ഒരിക്കലും ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നീടുള്ള 6 മാസക്കാലം മുതലുള്ള 60 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ ജീവിതമാകുന്നത്. അവിടെ ഇമ്പോർട്ടൻസ് ഒരിക്കലും ലൈംഗികതയ്ക്കല്ല, മനസ്സുകൊണ്ടുള്ള സ്നേഹത്തിനാണ്. അവിടെയാണ് ക്ഷമയുണ്ടാവുന്നത്, അവിടെയാണ് ദാമ്പത്യം ഉണ്ടാവുന്നത്. അപ്പോൾ ചോദിക്കും മാതാജി, അപ്പോൾ അതുകൊണ്ടാണോ അതില്ലാതായപ്പം പലരും ഡിവോഴ്സ് ആയതെന്ന്? ഒരിക്കലുമല്ല. മറ്റു പല സാഹചര്യ പ്രശ്നങ്ങൾ കൂടി അതിനൊരു കാരണമായേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജീവിതത്തിൽ എന്താ പറയുക, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. പിന്നെ പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമിതമായാൽ യോഗാ പരിശീലന പുരോഗതിക്ക് വിഘ്നം സംഭവിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. ഈ ഭക്തിയോഗമാണ് നമുക്ക് ലാസ്റ്റ് വരുന്നത്, അല്ലേ? ഈ ഭക്തിയോഗത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നത്. അതിലൂടെ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നു, ഭക്തിയിലേക്ക് എത്തുന്നു. ഈ 3 കാര്യങ്ങൾക്ക്, ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തൊക്കെയെന്ന് പറയുന്നത്? ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി. ഭക്ഷണം, ഉറക്കം, പ്രതിരോധം, ലൈംഗിക വീഴ്ച. ഇത് 3-4 കാര്യങ്ങൾ അമിതമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനോട് അടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം സംഭവിക്കും. ഇത് വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല, ആയിക്കോളൂ. പക്ഷെ അതിനെല്ലാം ഒരു ലിമിറ്റ് നമ്മൾ ജീവിതത്തിൽ കീപ്പ് ചെയ്യണം. ഓക്കെ? അതെ, പ്രഭുപാജിയുടെ ലേഖനങ്ങളിലെല്ലാം ഇത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. മുന്നോട്ട് നമ്മൾ പല ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തും നമ്മൾക്ക് അതേക്കുറിച്ച് വിശദമായി തന്നെ ക്ലാസ് എടുക്കാം. എല്ലാ ക്ലാസ്സുകളിലും നമുക്കിപ്പോൾ അതിങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പം പ്രഭുപാജി അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നു, ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുന്ന പതിവ് കൊണ്ടേ നിയന്ത്രണം സാധ്യമാവൂ എന്ന്. നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആസക്തി നമുക്ക് വരികയാണെങ്കിൽ കൃഷ്ണപ്രസാദം, അതായത് മഹാപ്രസാദം കഴിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് എപ്പോഴും ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. പക്ഷെ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് പാകം ചെയ്യുന്നുവോ, നോൺ വെജ് ആയിരിക്കുന്ന ഒരു സാധനം വീട്ടിൽ കയറ്റരുത്. വെജിറ്റേറിയൻസ് എന്ത് പാകം ചെയ്താലും ഉള്ളി, വെളുത്തുള്ളി, സവാള ഇല്ലാതെ അത് ഭഗവാന് സമർപ്പണം ചെയ്യുക. സമർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറയുക, ഭഗവാനെ അവിടുന്ന് ഇത് സ്വീകരിക്കൂ, ഞങ്ങൾക്കത് മഹാപ്രസാദമായി തിരിച്ചു നൽകൂ എന്ന്. അങ്ങനെ മഹാപ്രസാദമായി തിരിച്ചു നൽകി കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്നത് നമുക്ക് എന്താണ്? എപ്പോഴും ഒരു ശാന്തിയും സമാധാനവും ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭക്ഷണത്തോടുള്ള ഒരു ആസക്തി നമുക്ക് കുറഞ്ഞു കിട്ടും. ആ മഹാപ്രസാദം കഴിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം പോയി 7 ജന്മ കർമ്മഫല ദുരിതങ്ങളെല്ലാം തീർന്ന് ശാന്തിയും സമാധാനവും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ കൃഷ്ണപ്രേമം ഉള്ളിൽ നിറയുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്താണ്? പച്ചക്കറികൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ, ധാന്യങ്ങൾ, പാല്, ഇതെല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. പച്ചക്കറികൾ സമർപ്പിക്കാം, പാല് സമർപ്പിക്കാം, പുഷ്പങ്ങൾ സമർപ്പിക്കാം. അതുപോലെ എന്താണ്, ആരുടെ മോൻ്റെ പിറന്നാളാന്നാ പറഞ്ഞത്? ആരോ ഇന്നലെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, പേര് ഞാൻ മറന്നുപോയി. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാതാജി. മോളെ അറിയിക്കും. ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അപ്പോൾ പാല്, ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ കൃഷ്ണാവബോധമുള്ള ഭക്തൻ എന്താ ചെയ്യുന്നത്? മനുഷ്യബോധ്യമല്ലാത്തതോ സാത്വിക ദ്രവ്യങ്ങളിൽ പെടാത്തതോ ആയ ആഹാരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പം കൃഷ്ണാവബോധം ഉള്ളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി സാത്വികമല്ലാത്ത ഒരു ഭക്ഷണവും കഴിക്കരുത്. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, സവാള എന്ന് പറയുന്നത് സാത്വികമല്ലാത്ത സാധനങ്ങളാണ്. ഓക്കെ, രജോ ഗുണം അധികമുള്ള സാധനങ്ങളാണ് ഉള്ളി, വെളുത്തുള്ളി, സവാള. ഇത് 3ഉം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും നോൺ വെജിലാണ്. പയ്യെ നമ്മൾ അതുകൊണ്ട് മാറ്റാം. അപ്പോൾ ചോദിക്കും, മാതാജി അതെങ്ങനെയാണ് മാതാജി? അതില്ലാതെ കുക്ക് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മളെ വീട്ടിലിപ്പോൾ ഒരു രസം വെക്കുകയാണ്, ഫോർ എക്സാമ്പിൾ. രസത്തിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വെളുത്തുള്ളിയാണ്, അല്ലേ? അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വെളുത്തുള്ളി യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം വെളുത്തുള്ളി ഇല്ലാതെ എങ്ങനെ രസം വെക്കും മാതാജി? വെക്കാം. ജീരകവും ഉലുവയും പച്ചമുളകും ഇഞ്ചിയും കുരുമുളകും ഇട്ട് മിക്സിയിൽ ഒന്ന് ചതയ്ക്കാം. ഒരൊറ്റ തക്കാളിയും കൂടിയിട്ടൊന്ന് ചതച്ചിട്ട് ആ മിശ്രിതം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഉണക്കമുളകും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, താളിക്കുക. മല്ലിയിലയും കടുകും ജീരകവും ഇട്ട് താളിച്ചു കഴിഞ്ഞാൽ നല്ല രുചികരമായ രസം റെഡിയായി. ഇവിടെ ഉണ്ട്, സീരിയസ്ലി ഞാൻ കാണിച്ചുതരാം. നല്ല രുചികരമായ രസം റെഡിയായി. വെളുത്തുള്ളിയിട്ട രസത്തേക്കാൾ അങ്ങോട്ട് എന്താ പറയുക, വെല്ലും നമ്മുടെ സാത്വിക രസത്തിന്, അറിയാമോ? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, രസം തയ്യാറാക്കുക. അങ്ങനെ നമ്മൾ എന്താ പറയുക, കുക്ക് ചെയ്ത് രസമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ രുചികരമായ രസം, കണ്ടോ, രുചികരമായ രസം തയ്യാറാക്കാൻ സാധിക്കും. ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നുമില്ല. എത്ര അവിടെ വയ്ക്കുമ്പോൾ ഇവിടെ തന്നെ സ്മെല്ല് വരും. കായം ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം, ഞാൻ യൂസ് ചെയ്യാറില്ല. മാക്സിമം നാവിൻ്റെ രുചിയെ കൺട്രോൾ ചെയ്യാനല്ലേ, അപ്പോൾ നമ്മൾ മാക്സിമം അതൊന്ന് ടേസ്റ്റിനൊന്ന് ഗുണത്തിനും മണത്തിനും രുചിക്കുമൊക്കെ വേണ്ടിയാണ് ഈ കായമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാം. കല്യാണത്തിന് പോയാൽ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കും? കല്യാണം നമുക്ക് ഒഴിവാക്കാമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ. കല്യാണത്തിന് പോയാൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമ്മൾ നമ്മുടെ നാവിൻ്റെ രുചിയെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ വളരെ സാധ്യമാണ്, എളുപ്പം സാധ്യമായ കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാത്വികമായ കാര്യങ്ങളിലേക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തമോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. തമോ ഗുണ ഭക്ഷണം നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ഭഗവാനോടൊരു പ്രണയം സൂക്ഷിക്കുക. വ്യക്തികളോടുള്ളതിനേക്കാൾ കൂടുതൽ ഭഗവാനോടൊരു വലിയൊരു പ്രണയം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഭഗവാൻ പറയുന്നത് 17ാമത്തെ ശ്ലോകത്തിൽ, യുക്താഹാര വിഹാരസ്യ യുക്തചേതസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖാഹ എന്ന് പറയുന്നത്. അപ്പം യുക്തിപരമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് ആഹാര നിയന്ത്രണങ്ങൾ, ഉറക്കം, ലൈംഗിക വേഴ്ച, ലൈംഗികത്തെ നമ്മൾ വളരെയധികം കൺട്രോൾഡ് ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ എളുപ്പവഴി നമുക്ക് ഗീതയിൽ 6ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ ശ്ലോകത്തിൽ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടാസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖാഹ. ദുഃഖം പോലും നമ്മളിൽ നിന്ന് മാറിക്കിട്ടുമെന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ പറയുന്നു, ഇനി ഉറക്കത്തിൻ്റെ കാര്യത്തിൽ, ഇപ്പം ഉറക്കം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു 6 hours ഉറങ്ങാനാണ് ഭഗവാൻ പറയുന്നത്. അമിതമായി ഉറങ്ങുന്ന ഏതൊരു വ്യക്തിയായാലും ആ വ്യക്തി തമോ ഗുണത്തിലാണ് ഉൾപ്പെട്ടത്. നമുക്കെല്ലാവർക്കും ഉറക്കം എന്ന് പറയുന്നത് ഒരു പാഷനാണ് അല്ലേ. കുറച്ചൊരു ദിവസം സമയം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും കിടന്നുറങ്ങാനാണ് ശ്രമിക്കുന്നത്. അപ്പം ആ ഉറക്കത്തെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കൺട്രോൾ ചെയ്യണം. 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നു, ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഗീതയിലൂടെ ഭഗവാൻ പറയുന്നു. ഗീതയിലൂടെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഗീത. എന്തിനാണ്? ഭഗവാൻ പറയുന്നുണ്ട്, ഗീതാ പ്രചരണം കലിയുഗത്തിലെ മനുഷ്യന് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആരാണോ ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ഗീതയുടെയും അടിസ്ഥാനത്തിൽ ജീവിക്കാതെ ഇരിക്കുന്നത്, ആ വ്യക്തി പുനർജന്മത്തിൻ വിധിക്കപ്പെട്ടവനാണ്. പിന്നെ പറയുന്നു, അനാവശ്യമായി ഉറങ്ങുന്നത് വലിയൊരു സമയനഷ്ടമായിട്ട് നമ്മൾ കരുതാൻ. നമ്മുടെയൊക്കെ യങ് സ്റ്റേജിൽ നമ്മൾ മാക്സിമം ഉറക്കത്തെ കൺട്രോൾ ചെയ്യണം. എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രത്തോളം കൺട്രോൾ ചെയ്യാനാണ് പറയുന്നത്. അവ്യർത്ഥകാലത്വം എന്നാണ് പറയുന്നത്. ഗീതയിൽ ഒരു പ്രധാന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? അവ്യർത്ഥകാലത്വം. തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഒരു ഭക്തന് ദുസ്സഹമായിരിക്കുന്ന കാര്യം അത്രേ. നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെയും പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഭഗവാൻ അത് സമർപ്പിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു എന്ന് 3 പ്രാവശ്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണെങ്കിൽ അത് മഹാപ്രസാദമായി മാറി. നിങ്ങൾക്കറിയാമോ, ഒറീസയിൽ ജഗന്നാഥ് പുരി എന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ മിക്കവാറും ഒത്തിരി പേരൊക്കെ പോയിട്ടുണ്ട് ജഗന്നാഥ് പുരിയിൽ. അവിടെ മഹാപ്രസാദം 24 മണിക്കൂറും 365 ദിവസവും ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ഭക്ഷണം ഒറീസയിൽ ജഗന്നാഥ് പുരിയിലുണ്ട്. നമ്മൾ നവംബറിൽ ഒറീസ ജഗന്നാഥ് പുരി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ജഗന്നാഥ് പുരി വിസിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വൃന്ദാവൻ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഓക്കെ, മായാപൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഒറീസയിൽ ജഗന്നാഥ് പുരിയിലുള്ള, അറിയാം, സുഭദ്ര ബൽറാം ജഗന്നാഥാണ് അവിടെ നിൽക്കുന്നത്. അപ്പം എന്താണ് ജഗന്നാഥ് പുരിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പൊരിക്കൽ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ നാരദ മുനി ഭഗവാന്റെ വൈകുണ്ഠത്തിൽ പോയി. ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ചെന്നപ്പം രുക്മിണി ദേവി അവിടെ ഇങ്ങനെ എന്താ പറയുക, ഭഗവാന്റെ അവിടെ ദേവി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കഴിച്ച പ്രസാദം എടുത്തുകൊണ്ട് വരുവാണ്. അപ്പം നാരദമുനി ഇത് കണ്ടപ്പോഴേക്കും നാരദ മഹർഷിക്ക് അങ്ങ് ഭയങ്കര എക്സൈറ്റഡായി. അയ്യോ, ഭഗവാൻ കഴിച്ചതല്ലേ ഇത്, അതിൻ്റെ ബാക്കിയല്ലേ, എനിക്ക് തരൂ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഭഗവാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി നാരദ മഹർഷി കഴിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആടിപ്പാടി എവിടെ വരുന്നു, കൈലാസത്തിൽ വരുന്നു. അപ്പം മഹാദേവൻ ചോദിക്കാണ്, എന്താ മഹർഷി ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഞാൻ
ഞാനിന്ന് മഹാദേവ, ഞാനിന്ന് ഭഗവാന്റെ ലോകത്തേക്ക് പോയി അവിടെ ഞാൻ ഭഗവാന്റെ പ്രസാദം കഴിച്ചു എന്ന് പറഞ്ഞപ്പം അങ്ങ് സത്യമായ കാര്യമാണോ പറയുന്നതെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു, എനിക്ക് വേണം ആ ഭക്ഷണം എന്ന് പറഞ്ഞു. എനിക്ക് വേണം, അതിൻ്റെ കുറച്ചെങ്കിലും എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ വളരെ, ഒരു നമ്പർ നോട്ട് ചെയ്തേ പെട്ടെന്നാട്ടെ, ക്ലാസ്സിലാന്ന് പറയും. അപ്പോൾ അദ്ദേഹം മഹാദേവൻ പറഞ്ഞു, എന്താണ് അങ്ങേക്ക് ഇത്രയും സന്തോഷം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇല്ല ഞാനിന്ന് ഭഗവാന്റെ മഹാപ്രസാദം കഴിച്ചെന്ന് പറഞ്ഞു. ഉടനെ മഹാദേവൻ പറഞ്ഞു, എനിക്ക് കുറച്ചെങ്കിലും തരൂ പ്രഭു, എനിക്ക് കുറച്ചെങ്കിലും തരൂ മഹർഷി എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ ഭയങ്കര ബഹളം കൂട്ടിയപ്പം നമ്മുടെ നാരദ മഹർഷിയുടെ കൈയിൻ്റെ നഖത്തിൻ്റെ ഇടയിലായിട്ട്, ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ കൈയിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ കുറച്ച് അവശിഷ്ടങ്ങളുണ്ടാവും, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആര് കഴിക്കുന്നു, നമ്മുടെ മഹാദേവൻ കഴിക്കുകയാണ്. ഇത് കണ്ടുവന്ന പാർവതി ദേവിക്ക് അങ്ങ് ഭയങ്കരം ദേഷ്യമായി. പാർവതി ദേവി പറഞ്ഞു, പ്രഭു അങ്ങ് ഇത് ചെയ്തത് ശരിയല്ല, എനിക്ക് മഹാദേവൻ അങ്ങ് കഴിച്ചില്ലേ ഭഗവാന്റെ മഹാപ്രസാദം, എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്നപ്പോൾ അവിടെ വിഷ്ണു ഭഗവാൻ വന്നിട്ട് പറയാണ്, ദേവി അങ്ങ് വിഷമിക്കരുത്, ഞാൻ ബൽറാം ജഗന്നാഥായിട്ട് ഒറീസയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങ് അവിടെ സുഭദ്രയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സുഭദ്രാ ദേവിയായിട്ട് അങ്ങ് ഒറീസയിൽ ജഗന്നാഥ് പുരിയിൽ അങ്ങേക്ക് ഇരിക്കാൻ പറ്റും ഒരു കാലത്തിൽ ഞങ്ങളുടെ ഒപ്പം. അന്ന് അങ്ങേക്ക് എപ്പോൾ വേണമെങ്കിലും ഭവതിക്ക് മഹാപ്രസാദം ധാരാളമായി കഴിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഇന്നും നിങ്ങൾ ഒറീസയിൽ ജഗന്നാഥ് പുരിയിൽ പോവുകയാണെങ്കിൽ ദിവസത്തിൽ 365 ദിവസവും കോടാനുകോടി അന്നദാനമാണ് അവിടെ നടക്കുന്നത്. അപ്പം മഹാപ്രസാദത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ആലോചിക്കുക. ഉള്ളി, വെളുത്തുള്ളി, സവാള ഇത് മൂന്നും രജോ ഗുണത്തിലാണ്. പാലാഴി മദന സമയത്ത് രാഹുവിൻ്റെ വായിൽ നിന്ന് വന്ന രക്തമാണിത്. ഇത് തമോ രജോ ഗുണത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് നമ്മുടെ ബോധമണ്ഡലത്തെ നെഗറ്റീവായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിന്ന് ഉള്ളി, വെളുത്തുള്ളി, സവാള നമ്മൾ ഒഴിവാക്കുക. ഓക്കെ. പിന്നെ പറയുന്നു നമ്മുടെ അതുകൊണ്ട് തന്നെ അയാൾ ഉറക്കം ആവുന്നത്ര കുറയ്ക്കണം. നമ്മൾ എത്രത്തോളം ഉറക്കം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം ഉറക്കം കുറയ്ക്കുക. ഇതിന് മാതൃകയാണ് ശ്രീല രൂപ ഗോസ്വാമി. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദിവസത്തിൽ 2 മണിക്കൂറിലധികം നമ്മുടെ രൂപ ഗോസ്വാമി ഉറങ്ങാറുണ്ടായിരുന്നില്ല. ശ്രീല പ്രഭുപാജിയും അങ്ങനെ തന്നെയാണ്. നമ്മളും അത് ട്രൈ ചെയ്യുക. ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരില്ല. നശ്വരമായിരിക്കുന്ന ഈ ആരോഗ്യത്തെക്കാൾ കൂടി അനശ്വരമായിരിക്കുന്ന ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ അതും കൂടി ഒഴിവാക്കി കൃഷ്ണനെ സേവിക്കുന്നതിൽ തന്നെ നമ്മൾ ആനന്ദിക്കും. ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മുസ്ലിം പ്രവിശ്യയിൽ ജനിച്ച അദ്ദേഹം ഹരിദാസ് ഠാക്കൂർ നാമാചാര്യനായിട്ടാണ് അറിയപ്പെട്ടത്. നമ്മളെല്ലാവരും തന്നെ 108 മണികളുള്ള ജപമാലയിൽ എന്താ ജപിക്കേണ്ടത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതിന് മുമ്പേ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ, ഈ ഒരു പഞ്ചതത്വ മന്ത്രം നമ്മൾ ജപിച്ചിട്ട് 108 പ്രാവശ്യം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഇത് കലിയുഗത്തിൽ കലിയുടെ കൽമശം തീരാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് തന്ന മഹാമന്ത്രമാണ്. ഈ മഹാമന്ത്രത്തിന് യാതൊരു അശുദ്ധിയുമില്ല. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാൻ പറ്റും. അങ്ങനെ ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1728 പ്രാവശ്യം നമ്മൾ ഇത് ജപിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് 3 കോടി ജപം നമ്മൾ നടത്തണം. ഈ 16 മാല ജപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന ആളായിരുന്നു ആര്? ഹരിദാസ് ഠാക്കൂർജി. അദ്ദേഹമാണെങ്കിൽ ഒരു മുസ്ലിം പ്രവിശ്യയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ജപിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹൈന്ദവ കുലത്തിൽ ജനിച്ച നമുക്ക് ജപിച്ചുകൂടാ? അങ്ങനെ ജപിച്ച് വരുമ്പോൾ നമുക്ക് ചായ, കാപ്പി, ഉള്ളി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ നമുക്ക് നോർമലി ഉപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ. ശ്രീകണ്ഠൻ പ്രഭു പറയുന്നു അദ്ദേഹം 3 മണിക്കൂറാണ് ഉറങ്ങാറുള്ളത്. ഗ്രാൻഡ് സല്യൂട്ട്. ഹരേ കൃഷ്ണ. ഒരു ജപമാലയിൽ 3 ലക്ഷം തവണ കൃഷ്ണനാമം ഉച്ചരിച്ച ശേഷമേ ഓരോ ദിവസവും പ്രസാദം സ്വീകരിക്കുകയോ ഉറങ്ങാറോ ചെയ്യുകയുള്ളൂ. ഹരിദാസ് ഠാക്കൂർജി ജപമാലയിൽ 3 ലക്ഷമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് 108 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അയ്യോ മാതാജി വയ്യ മാതാജി, 108 പ്രാവശ്യം ചെയ്തു, 2 മാല ജപിച്ചു, 3 മാല ജപിച്ചു, അത്രേ പറ്റുന്നുള്ളൂ. 1 മാല ജപമാലയിൽ ജപിക്കൂ, ബാക്കിയെല്ലാം ക്ലിക്കറിൽ ജപിക്കൂ. ഓക്കെ. അങ്ങനെ ജപിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്ലസൻറ്റ്ഫുൾ ആയിട്ടുള്ള സമയങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിലെ പല 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 പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ സാധിക്കും. നമ്മൾ ഭഗവാനോട് അടുക്കും തോറും നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ പ്രിയപ്പെട്ടതായി കണ്ടോ അതെല്ലാം ഭഗവാൻ മാറ്റിത്തരും. നമ്മൾക്കൊരു വ്യക്തമായ റൂട്ട് ജീവിതത്തിൽ ഭഗവാൻ കാണിച്ചു തരും. ഓക്കെ. അത് ചിലപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആലോചിക്കുമ്പം അത് അന്ന് പോയതുകൊണ്ടാണ് ഇന്ന് സമാധാനമായത്, അല്ലേ? അപ്പം നമ്മൾ ആലോചിക്കുക എന്താണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത് നമുക്ക് നല്ലതിനാണ്. ഒരിക്കലും ഭഗവാൻ നമുക്ക് തിന്മയുള്ള ഒരു കാര്യങ്ങളും തരില്ല, നന്മയുള്ളത് മാത്രമേ തരൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പ്രവൃത്തിയെ സംബന്ധിച്ച് നോക്കിയാൽ കൃഷ്ണാവബോധമാർന്ന ഒരാൾ കൃഷ്ണന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളിൽ മാത്രമാണ് ഏർപ്പെടുക. ഭഗവാന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് കോടാനുകോടി സമ്പത്തും സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് താല്പര്യം ഭഗവത്ഗീത പ്രചരണം. എത്രത്തോളം പ്രചരണം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഭഗവാനോട് നമുക്ക് അടുക്കാൻ സാധിക്കും. ആദ്യം സൂര്യദേവൻ ഉപദേശിച്ച ഗീത പിന്നെ ഭഗവാൻ ഇങ്ങനെ പരമ്പരകൾ തോറും ഉപദേശിച്ച് ഇക്ഷാകുവിന് മനുവിന് അങ്ങനെ ഉപദേശിച്ച് വന്ന സമയത്ത് എന്താ ഉണ്ടായത്? പെട്ടെന്ന് ആ ഗീത അങ്ങ് സ്റ്റോപ്പായി. നമ്മുടെ തലമുറകളിലേക്ക് പോകാതെ ആയപ്പം ഭഗവാൻ എന്ത് ചെയ്തു? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് പാർത്ഥന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അർജുന, നീ ഗീത കേൾക്കൂ, ഗീത കേട്ടിട്ട് നീ ലോകം മുഴുവൻ പ്രചരണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്കൊരു പരമ്പരയിലൂടെയാണ് ഗീത കിട്ടുന്നത്. ഗീതയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ കലിയുഗത്തിൽ അതിലും വലിയൊരു കാര്യം മറ്റൊന്നുമില്ല. അതുകൊണ്ട് പ്രവൃത്തി നിയന്ത്രിക്കണം. ഇന്ദ്രിയേച്ഛയുടെ മാലിന്യം തീണ്ടാതെ ഇരിക്കണം. നമ്മൾ ഒരിക്കലും ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ജീവിക്കരുത്. അമിതമായി ഉറങ്ങരുത്, രുചിയുള്ള ഭക്ഷണം തേടി പോവരുത്, നമ്മൾ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവരുത്. കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ നാമം കേൾക്കാൻ ശ്രദ്ധിക്കുക. എത്രത്തോളം ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം നമുക്ക് ഭഗവാനോട് അടുക്കാൻ സാധിക്കും. പിന്നെന്താ പറയുന്നത്? അയാൾക്ക് ഭൗതിക വിശ്രമം ആവശ്യമായി വരുന്നില്ല എന്നാണ് പറയുന്നത്. എത്രത്തോളം ഭഗവാനോട് അടുക്കുന്നോ അത്രത്തോളം നമ്മൾ ഉയരും. യോഗികളെ കണ്ടിട്ടില്ലേ? അവർക്ക് രുചികരമായ ഭക്ഷണമില്ല, ബ്യൂട്ടി പാർലറുകളില്ല, നടക്കാൻ നല്ല യാത്ര ചെയ്യാൻ നല്ല വണ്ടിയില്ല, AC റൂംസ് ഇല്ല. പ്രകൃതിയുമായി വളരെ അടുത്ത് ജീവിക്കുന്ന വ്യക്തികൾ പോലും വളരെ തേജസ്സോടുകൂടി ഇരിക്കുന്നു. അവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ തേജസ്? ഭഗവാനുമായി അടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന തേജസ്സാണ്. ഒരിക്കലും അത് ഫെയ്ഡ് ആവുന്നില്ല. പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോയി ഉണ്ടാക്കുന്ന തേജസ് ആണെങ്കിലോ കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവും. അപ്പൊ ഭഗവാനുമായി അടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തേജസ് എന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിൽ നിന്ന് സ്വമേധയാ ഉടലെടുക്കുന്നതാണ്. എന്തൊക്കെയാ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന 5 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ്, പരമാത്മാവ്, ആത്മാവ്, കാലം, കർമ്മം, പ്രകൃതി. 5 കാര്യങ്ങൾ ഗീത പഠിപ്പിക്കുന്നുണ്ട്. പരമാത്മാവിൽ നിന്ന് വന്ന ആത്മാക്കളാണ് നമ്മളെല്ലാവരും. ആ ആത്മാക്കൾ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് കാലത്തോടൊപ്പം സഞ്ചരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർമ്മമായിട്ട് മാറുന്നത്. ഈ കർമ്മത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ പുനർജന്മം എടുക്കേണ്ടി വരുന്നു. ക്ലിയർ? അപ്പോൾ പിന്നെന്താ? ഇനിയിപ്പം ഇതാണ് നമ്മുടെ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥാ വിനിയതം ചിന്താത്മനേ വാവശിഷ്ടതേ നിസ്പൃഹ സർവകാമേഭ്യോജ്യോ യുക്ത ഇച്ഛുതേ തഥാ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിട്ട് ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, ജ്ഞാനമാകുന്ന അറിവ് നേടിക്കൊണ്ട് ധ്യാനത്തിലൂടെ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അല്ലാതെ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ചന്ദനപ്പൊട്ടും തൊട്ട് വന്നിട്ട് പിന്നെ നാവും പ്രവൃത്തിയും ശരിയില്ലെങ്കിൽ അത് ഭക്തനാണെന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം ജ്ഞാനം നേടുക. ജ്ഞാനം എങ്ങനെ നേടാൻ പറ്റും? നമുക്ക് 4-5 കാര്യങ്ങളിലൂടെ നേടാൻ പറ്റും. എങ്ങനെയാണ്? ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ജ്ഞാനം നേടുന്നത്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം. 4 കാര്യങ്ങൾ. ശ്രവിക്കുക. കലിയുഗത്തിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ശ്രവിക്കുക. ശ്രവണം, കീർത്തനം, ഭഗവാന് വേണ്ടി നാമങ്ങൾ ആലപിക്കുക. കീർത്തനം, സ്മരണം, സദാ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ? സ്മരണം. പാദസേവനം, ഭഗവാന്റെ ഭക്തരെയും ഭഗവാനെയും നമ്മൾ ബഹുമാനിക്കുക. അങ്ങനെ 4 കാര്യങ്ങളിൽ കൂടി വൈഷ്ണവ സമ്പ്രദായത്തിലൂടെ ജീവിക്കുന്ന നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു അടുപ്പം സാധിക്കും, ജ്ഞാനം നേടാനും സാധിക്കും. ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അതീന്ദ്രാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾ യോഗയുക്തൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാവി വസ്ത്രവും ഇട്ടുകൊണ്ട് കഴുത്തിലൊരു രുദ്രാക്ഷവും ഇട്ടുകൊണ്ട് കുറച്ച് മുടി അങ്ങ് ജട പിടിക്കുമ്പോഴേക്കും ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ പോയി വീഴരുത്. ആ വ്യക്തി യോഗയുക്തനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഗിയാണോ എന്ന് തിരിച്ചറിയണം. യോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, മെറ്റീരിയൽ വേൾഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് നല്ലത് സംഭവിച്ചാലും ചീത്ത സംഭവിച്ചാലും ഒരേ മനസ്ഥിതിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ ഗുരുപരമ്പരയിൽപ്പെട്ട നമ്മുടെ ജയപതാക് മഹാരാജ്, ശ്രീല രൂപഗോസ്വാമിമാർ, ശ്രീല പ്രഭുപാജിമാർ. അവരൊക്കെ അങ്ങനെയാണ്. അപ്പം അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. ക്ലിയർ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യ ദൈവങ്ങളിൽ നിന്ന് പിൻവാങ്ങാം. ഇതിൽ പറയുന്നു, ഒരു യോഗിയുടെ പ്രവർത്തികൾക്ക് മറ്റു മനുഷ്യരുടെ ചെയ്തികളുമായിട്ടുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന്. ഒരു യോഗി എങ്ങനെയായിരിക്കും, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. യാതൊരു ഭൗതിക അഭിലാഷവും ലൈംഗിക ആസക്തിയും ഉണ്ടാവില്ല യോഗികൾക്ക്. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഭൗതിക ആഗ്രഹങ്ങൾക്കൊന്നും ശല്യപ്പെടുത്താനാവാത്ത വിധം സുനിയന്ത്രങ്ങളായിരിക്കും അവരുടെ ജീവിതം. യാതൊരു ഭൗതിക ആവശ്യങ്ങളും ഉണ്ടാവില്ല. 3 നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം, അവരങ്ങനെ ജീവിച്ചു പോകും. കാരണം നാമമാണ്, ഭഗവാന്റെ നാമമാണ് അവരുടെ ഭക്ഷണം. ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് വിശപ്പ്, എന്തുറക്ക്.
അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും വരും പോലെ വരട്ടെ എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകും. പിന്നെ പറയുന്നു, ഒരു തികഞ്ഞ യോഗിയുടെ മാനസിക പ്രവർത്തികൾ എപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കുന്ന മാനസിക പ്രവർത്തികളായിരിക്കും. അവരൊരിക്കലും അനിയന്ത്രികളായിരിക്കുന്ന മാനസിക പ്രവർത്തികൾക്ക് അടിമപ്പെടില്ല. ഈ പരിപൂർണമായിരിക്കുന്ന അവസ്ഥയിൽ കൃഷ്ണാവബോധമുള്ളവർക്ക് സ്വാഭാവികമായി എത്തിച്ചേരാം. എവിടെ? ശ്രീമദ് ഭാഗവതത്തിലൂടെ ഭഗവാന്റെ ലോകത്തിലേക്ക്. അവിടെ ഗ്രഹങ്ങളെല്ലാം തന്നെ സ്വമേധയാ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ളതുപോലെയല്ല ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത്. സവൈ മന കൃഷ്ണപാധാര വിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണന എന്നാ പറയുന്നത്. കൗരാ ഹരേർ മന്ദിര മാർജനാദിഷു ശ്രുതിം ചകരാച്യുത തത്കഥോ ദേ മുകുതലിംഗാ ദയാ ദർശനേ ദൃശ്യ തദ്ഭൃത്യ ഗാത്രസ്പർശേഗ സംഗമം. ഒപ്പം പറയുന്നു, ഘ്രാണം തത്പാദ സരോജത സൗരഭേ ശ്രീ മത്തുളാസ്യ രസാനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശ പാദാദിവന്ദനെ കാമം ച ദാസ്യേനതു കാമകാമിയ യത്തോമ ശ്ലോക ജനാശ്രയാരതിഹ എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ നമ്മുടെ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അംബരീഷ മഹാരാജാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? അംബരീഷ മഹാരാജാവ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. പിന്നെ അവിടുത്തെ ദിവ്യ ഗുണങ്ങളെയെല്ലാം പുകഴ്ത്തുവാനായിട്ട്, ഭഗവാന്റെ ഗുണങ്ങളെല്ലാം പുകഴ്ത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചു, അതായത് പ്രചരണം ചെയ്തു എന്നാ പറയുന്നത്. പിന്നെയോ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് അംബരീഷ് മഹാരാജാവിൻ്റെ 2 കൈകളും ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ കാതുകളാണെങ്കിലോ കൃഷ്ണ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, കഥാശ്രവണത്തിൽ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇന്ദ്രിയങ്ങളെല്ലാം അംബരീഷ് മഹാരാജാവ് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്ന വിധമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണെങ്കിലോ ദിവ്യമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ ദർശിക്കാൻ വേണ്ടിയിട്ട്, ശരീരമാണെങ്കിലോ ഭക്തരെ സ്പർശിക്കാൻ വേണ്ടിയിട്ട്, ഘ്രാണേന്ദ്രിയം ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ സൗരഭ്യത്തിലും, അദ്ദേഹത്തിൻ്റെ നാവ് തൃക്കാൽക്കൽ അർപ്പിക്കപ്പെട്ട തുളസീദളങ്ങളെ പോലെ ആസ്വാദനത്തിലും മുഴുകി ജീവിച്ചു. ആരാണ്? അംബരീഷ് മഹാരാജാവ്. ആ രാജാവിൻ്റെ കാലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥയാത്രയിലും ഭഗവാന്റെ സേവനത്തിനും വേണ്ടി മാത്രം ഉപയോഗിച്ച കാലുകളാണ്. ശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അംബരീഷ് മഹാരാജാവിൻ്റെ ശിരസ് എന്നും ഭഗവാന്റെ മുമ്പിൽ ഇതുപോലെ കുനിഞ്ഞിരിക്കും. അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റാൻ, ഭഗവാന്റെ ആജ്ഞകൾ നിറവേറ്റാൻ വേണ്ടി മാത്രമായിരുന്നു അംബരീഷ് മഹാരാജാവ് എപ്പം നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ ഒരു തികഞ്ഞ ഭക്തന്റെ ലക്ഷണങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാതുകൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ, നാവുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ, ശിരസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുനിയാൻ, കൈകൾ ഭക്തർക്ക് വേണ്ടി സേവനം ചെയ്യാൻ, ഇങ്ങനെ നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കാൻ അംബരീഷ് മഹാരാജാവ് ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഭൗതികമായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ മോചിപ്പിച്ചിട്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് എപ്പോഴാണോ നമ്മൾ മാറുന്നത്, അപ്പം മുതലാണ് നമുക്ക് ഭഗവാനുമായിട്ടൊരു അടുപ്പമുണ്ടാകുന്നത്. ഇങ്ങനെയാകുന്ന ഒരു അതീന്ദ്രിയ അവസ്ഥ, ഇങ്ങനെയാകുന്ന ഒരു അതീന്ദ്രിയമായിരിക്കുന്ന അവസ്ഥ സ്വന്തം അനുഭവത്തിലൂടെ തെളിയിക്കാൻ അവ്യക്തിഗത ബ്രഹ്മോപാസനകൾക്ക് സാധിച്ചെന്ന് വരില്ല. ഇങ്ങനെ അതീന്ദ്രിയമായിരിക്കുന്ന ഒരു അവസ്ഥ സാധാരണ ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ കൃഷ്ണാവബോധം കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് എന്താ ഉണ്ടാവുന്നത്? അനായാസേന സാധിക്കുമെന്നാ പറയുന്നത്. ഭഗവാൻ കൃഷ്ണനെ ഹൃദയത്തിൽ സ്ഥാപിച്ച ഒരു വ്യക്തി എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈയും കാലും കണ്ണും മൂക്കും നാക്കും ചെവിയും ചിന്തയും വാക്കും പ്രവൃത്തി എല്ലാം ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിൽ നിന്ന് വ്യതിചലിച്ച് അവർ പോവില്ല. അംബരീഷ് മഹാരാജാവിൻ്റെ ജീവിതത്തിൻ്റെ ആ രീതികളെക്കുറിച്ചുള്ള ആ ഒരു വിവരണത്തിൽ നിന്ന് തന്നെ നമുക്കിത് വളരെയധികം മനസ്സിലാവും. ഭഗവാന്റെ ആ ഒരു നിരന്തരമായിരിക്കുന്ന ഒരു സ്മൃതി കൊണ്ട്, ഓർമ്മ കൊണ്ട്, ഭഗവത് പാതാര വിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താൻ പറ്റൂ. ഭഗവാന്റെ സ്മരണ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വേഗം വേണമെങ്കിലും ഭഗവാനോട് എടുക്കാൻ സാധിക്കും. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, കളിയും ചിരിയും തമാശയും വർത്താനവും എല്ലാം ആയിട്ട് ജീവിച്ചോ, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്മരണ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അദ്ദേഹത്തിൽ നിന്ന് ഒരു നിമിഷം പോലും നമ്മൾ പിന്മാറാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഭഗവതേ വാസുദേവായ അദ്ദേഹത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന മ്യൂസിക് നിങ്ങളുടെ വീടുകളിലായാലും കടകളിലായാലും എവിടെയായാലും പോയിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ നാമത്തിലൂടെ കലിയുഗത്തിൽ അദ്ദേഹം നമുക്ക് സമീപസ്ഥനാണ് എന്നൊരു ബോധം നമ്മൾക്കുള്ളിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
ഭക്തിഭരിതമായിരിക്കുന്ന പ്രവർത്തനത്തിൽ ഈ പറഞ്ഞ ക്രിയകളെല്ലാം തന്നെ അർച്ചന, അതായത് സർവേന്ദ്രിയങ്ങളും അദ്ദേഹത്തിൻ്റെ സേവനത്തിനായി ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് അർച്ചന പൂർത്തിയാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പേരും നാളും പറഞ്ഞിട്ട് ചെയ്യുന്ന അർച്ചനയേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അർച്ചനയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് സ്വന്തം പ്രവൃത്തികളേക്കാൾ കൂടുതൽ ഭഗവത് സ്മരണം ഉണർത്തുന്ന പ്രവൃത്തികൾക്കായിരിക്കണം. വെറും പരിത്യാഗം പ്രായോഗികമല്ല. എല്ലാം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നത് അതൊരു രസകരമായ ഒരു അനുഭവമല്ല, അതൊരു ആനന്ദതരകമായിരിക്കുന്ന ഒരു അനുഭവമല്ല. ഭഗവാന്റെ സ്മരണയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി ആരായാലും ആ വ്യക്തി പോലും അറിയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ സ്മരണ ഭഗവത് സേവനത്തിനായിട്ട് സർവ്വ ഇന്ദ്രിയങ്ങളെയും പ്രയോജനപ്പെടുത്തും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിനാൽ സാമാന്യ ജനങ്ങൾക്ക്, വിശേഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാത്തവർക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മുൻ പറഞ്ഞ പോലെ അതീന്ദ്രിയ പ്രവൃത്തിയിൽ വ്യാപരിപ്പിക്കുന്നതിന് പൂർണ്ണമായിരിക്കുന്ന ആധ്യാത്മിക നേട്ടത്തിനുള്ള കഴിവുണ്ടാവില്ല. നമ്മളെപ്പോലെ സാധാരണ ജീവിതം ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സദാ ജപിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അത്രയെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുക. ആ ഹരേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീമതി രാധാറാണിയും, കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യമായ ആ നാമവുമാണ്. ആ നാമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനുമായിട്ടുള്ള ഒരു അതീന്ദ്രിയ പ്രേമം വളർത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഭഗവത്ഗീത യുക്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗീതയിൽ യുക്തം എന്നൊരു വാക്കുണ്ടെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? ആർക്കും അറിയലുണ്ടാവില്ല. യുക്തം എന്ന് പറയുന്നത്, ഭഗവത്ഗീത യുക്തം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഇനി എടുത്തടിച്ച് ഉത്തരം കൊടുക്കണം. എന്തിനാണ്? സദാ ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ട് സർവ്വ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗീതയിലൂടെ യുക്തം എന്ന് പറയുന്നത്. ക്ലിയർ? യുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, മതിയോ ക്ലാസ്? ഗീത ബോറടിക്കുന്നുണ്ടല്ലേ? ഗീത ബോറടിക്കുന്നുണ്ടോ? കുറച്ച് വെള്ളം തരും. ബോറടിക്കുന്നുണ്ടേ പറയൂ. ഷോർട്ട് ബ്രേക്ക്. വിഷ്ണു പറയുന്നു ദേ പോയി ഇതാവുന്നു. ഷോർട്ട് ബ്രേക്ക്. ബോറടിക്കുന്നുണ്ടോ ഗീത? ഇഷ്ടപ്പെടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? റിപ്ലൈ ഇല്ല കുട്ടി, അതെൻ്റെ ത്രിവേണിയമ്മയാണല്ലോ. ഒരിക്കലും ബോറടിക്കില്ല എൻ്റെ സുന്ദരിയമ്മ. ലാലി മാതാജി. യുക്തം. പ്രമീല ഇല്ല. അയ്യോ സോറി, പ്രമീള മാതാജി. ക്ഷമിക്കണം. പേര് വായിച്ചു പോയതാ. ഇല്ല പറഞ്ഞോ. രമണൻ പ്രഭു. ശ്രീകല മാതാജി ഇല്ല. അമ്മു ലേറ്റായി. ഉഷ അമ്മ എന്നും ലേറ്റാണ്. ഉഷ അമ്മയ്ക്ക് ഒരു വടി വെക്കണം. എന്നും ലേറ്റ്. ഇവിടെ ചൂരലുണ്ട്. ഉണ്ട് ഇവിടെ ഒരു വണ്ടിയല്ല വടി. മനോഹരമാണ്. ക്ലാസ് പോരാ. ജയപ്രകാശ് പ്രഭു പറയുന്നു ക്ലാസ് പോരാന്ന്. എനിക്ക് ഇത്രയും എടുക്കാൻ പറ്റൂ. എനിക്ക് ഇങ്ങനെ എടുക്കാനേ അറിയൂ. ഇതിൽ കൂടുതൽ എടുക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണം, എങ്കിലേ പറ്റൂ. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം നമുക്ക് ജയപ്രകാശ് പ്രഭു, ഞാൻ ഇനിയും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു എടുക്കാൻ. 5 മിനിറ്റ് ബ്രേക്ക് ഇല്ല കേട്ടോ അഭിലാഷ് പ്രഭു. 5 മിനിറ്റ് ബ്രേക്കോ? നോ നെവർ. വേഗം വെള്ളമൊക്കെ എടുത്ത് അടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് 19ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 6ാമത്തെ അധ്യായത്തിൽ 19, 20, 21, 22, 23. ജയപ്രകാശ് പ്രഭു പറയുന്നത് ക്ലാസ് മതിയായില്ലെന്നാണ് പറഞ്ഞത്, പോരാ എന്നല്ല. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പറയാൻ കാരണം ഒരു വേർഡിന് 2 അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 സ്പീഡ് കൂടിപ്പോയി. ഒന്ന് ഫാസ്റ്റായിട്ട് പോയല്ലേ. അത് നമ്മൾ സിംപ്ലി എപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയത്. കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കാം. ഒരു വാക്കിന് 2 മീനിങ്സ് ഉണ്ട്. എന്ന് പറയുന്നതും എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലേ? വായോ എന്ന് പറയുമ്പം സ്നേഹത്തോടെയും വായോ എന്ന് വിളിക്കാം. വായോ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ പോസിറ്റീവ് വശം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്കറിയാം പ്രഭു. ഹരേ കൃഷ്ണ. എന്നാലും ഞാൻ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഇവിടെ 6ാമത്തെ അധ്യായത്തിൽ 19, 20, 21, 22, 23 അങ്ങനെ 5 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാദീപോ നിവാദസ്ഥോ നേഗതോ ശോഭമാ സ്മൃത
യോഗിനോ യഥചിത്തസ്യ യുജ്ഞതോ യോഗമാത്മന. എന്താ അതിൻ്റെ അർത്ഥം? കാറ്റു തട്ടാത്ത ഒരിടത്ത്, അർത്ഥം മനസ്സിലാക്കി ഞാൻ. കാറ്റ് വരാത്ത ഒരു സ്ഥലത്ത് ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ്. ഇപ്പം കാറ്റില്ലാത്തൊരു സ്ഥലത്ത് നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിങ്ങനെ അങ്ങനെ സ്വസ്ഥമായി കത്തിപ്പോവും. കാറ്റുള്ളതാണെങ്കിൽ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ കാറ്റ് തട്ടാത്ത രാജുപ്രഭു കയറിയല്ലോ നമ്മുടെ ക്ലാസ്സിൽ. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. രാജുപ്രഭു ഇവിടെ വന്നിരുന്നു നമ്മുടെ വീട്ടിൽ. ഇന്നലെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. വെരി നൈസ്. അപ്പം കാറ്റ് ഇല്ലാത്ത, നല്ല സുഖമുണ്ടെന്ന് ബിന്ദു മാതാജി. കാറ്റ് തട്ടാത്ത ഒരിടത്ത് നമ്മളൊരു ദീപം കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ ദീപം വളരെ മൃദുവായിട്ട് കത്തിപ്പോവും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ ഇളകി 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 കത്താതെ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ കത്തിപ്പോവും. ആ ഒരു ദീപം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ആനന്ദമാണ്. ഇതേപോലെയാണ് യോഗികൾ. അവരുടെ മനസ്സങ്ങനെയാണ്. അവർ ആ മനസ്സിനെ അങ്ങ് നിയന്ത്രിച്ച് എന്താ പറയുക, ഒരു ശാശ്വതമായ രീതിയിൽ യാതൊരുവിധ ചാഞ്ചല്യവും സംഭവിക്കാതെ, വയലൻസും ഇല്ല സൈലൻസും ഇല്ലാത്ത പോലെ സ്വസ്ഥമായിട്ട് പോകും. ഇവരെയാണ് നമ്മൾ യോഗികൾ എന്ന് പറയുന്നത്. അദ്ദേഹം നിരന്തരം അതീന്ദ്രിയമായിരിക്കുന്ന സത്തയിൽ ധ്യാനം ഉറപ്പിച്ചുകൊണ്ട് അക്ഷുബ്ധനായി നിലകൊള്ളുമെന്നാണ് പറയുന്നത്. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ധ്യാനത്തിലൂടെ ഭഗവാനെ, ആ കണ്ണുകളിൽ തന്നെ അദ്ദേഹം ഭഗവാനെ സന്ദർശിച്ച പോലെ, ഭഗവാനെ എന്താ പറയുക സ്മരണയിലൂടെ ഭഗവാനെ കാണുന്നത് പോലെയുള്ള ഒരു മനോസ്ഥിതിയിലൂടെ ആയിരിക്കും നമ്മുടെ യോഗികൾ പോകുന്നത്. എല്ലാവരും യോഗികളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മനുഷ്യ ദൈവങ്ങളുടെ പിന്നാലെ ഓടരുത്. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ ആ വ്യക്തി യോഗിയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ മതി. ആ കണ്ണുകളിലുള്ള ആ ഒരു തീക്ഷ്ണമായിരിക്കുന്ന നല്ല ഭാവം, ആ ഭാവം തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരിൽ എത്രത്തോളം ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. അതല്ലാതെ കാണുമ്പോഴേക്കും ചെന്നിട്ട് അയ്യോ അത് ഈശ്വരന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനായാലും നിങ്ങളായാലും പോകരുത്. അത് നമുക്ക് എപ്പോഴായാലും പ്രശ്നം കിട്ടും. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചോളൂ, വേണ്ടെന്നല്ല, ആരെയും നിന്ദിക്കേണ്ട, അവഗണിക്കേണ്ട. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, കിച്ചു ഇല്ല ഇവിടെ, കിച്ചു ചെന്നൈയിലാണ്. അപ്പോൾ മനസ്സിലാക്കുക അവർ എത്രത്തോളം ഫ്ലെക്സിബിളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പറയുന്നു, സ്വസ്ഥനായി ഭഗവത് ധാമത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്ന ഒരു യഥാർത്ഥ കൃഷ്ണഭക്തൻ കാറ്റുകിടക്കാത്ത സ്ഥലത്ത് വെച്ച ദീപനാളം പോലെ അചഞ്ചലനായിരിക്കും. കാറ്റ് തട്ടാത്ത ഒരു സ്ഥലത്ത് ദീപം വെച്ചാൽ അചഞ്ചലനായിരിക്കും. ഒന്നിങ്ങനെ ചഞ്ചലാവസ്ഥ ഉണ്ടാവില്ല, അതിങ്ങനെ മൃദുവായി കത്തിപ്പോവും. അതേപോലെ ആയിരിക്കും ഒരു യോഗിയുടെ മനസ്സ്, അതുപോലെ ആയിരിക്കും അവരുടെ പ്രവൃത്തിയും എന്ന് പറയുന്നു. ഇനി 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്രാ ചൈവാത്മാത്മനാം പശ്യനാത്മനീ തുഷ്യതി എന്ന് പറയുന്നുണ്ട്. 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സുഖമാദ്യത്തികം യത് ബുദ്ധി ഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്രന ചൈവായം സ്ഥിതചന്ദലീ തത്വവ. 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ സാത്വികം തഥാ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. തീർച്ചയായും രാജുപ്രഭു. 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംശിതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗീതാമാതാജി മഞ്ജരീസിലേക്ക് മെസ്സേജ്, അവരുടെ റിപ്ലൈ കൊടുക്കും ലൈവില്. അപ്പോൾ 20, 21, 22, 23 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധി എന്ന പരിപൂർണ അവസ്ഥയിൽ മനസ്സ്, സമാധി എന്ന പരിപൂർണ അവസ്ഥ. അപ്പോൾ നമ്മൾ വിചാരിക്കും സമാധി എന്ന് പറഞ്ഞാൽ മരണത്തെയാണെന്ന്, ഒരിക്കലുമല്ല. ഭഗവാനിൽ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ അവസ്ഥയെ നമുക്ക് എന്തെന്ന് പറയാം, സമാധി എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ, പരിപൂർണമായ അവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം, യോഗയൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു അനുഷ്ഠാനം മൂലം എന്താ പറയുക, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, അങ്ങനെ 3 അനുഷ്ഠാനങ്ങൾ വഴി മനസ്സ് ഭൗതികമായിരിക്കുന്ന പല പ്രവൃത്തികളിൽ നിന്നും പിന്മാറിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാനേന്ന് പറഞ്ഞ് ജീവിക്കണം. എന്നാൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ഒരിക്കലും അയ്യോ അത് വലിയ ഭക്തനാണ്, നമ്മളെ കൂടെ കൂട്ടാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ളിൽ ഉണ്ടാവരുത്. അവർക്ക് കാണുമ്പം വളരെ നല്ല പേഴ്സൺ, അവർ നല്ലൊരു ഭക്തയാണ് അല്ലെങ്കിൽ നല്ലൊരു ഭക്തനാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇടത്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പല സാഹചര്യം, ഇപ്പം ഞാനൊക്കെ അവിടെ പല കൂട്ടുകാരുടെയും ഷൂട്ടിനൊക്കെ പോയി കഴിയുമ്പോഴും അവർ കളിയും ചിരിയും വർത്താനവും എല്ലാം കഴിഞ്ഞ് അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക കിടന്നുറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജപം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുന്ന എന്താ, ഞാൻ പറഞ്ഞല്ല അത് ഞാനത് ചെയ്തു തീർത്തിട്ട് വരാം എന്ന് പറയാം. അപ്പോൾ അവരോട് നമ്മൾ വരുമ്പോൾ അവർക്ക് തോന്നണം നമ്മൾ അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് എന്ന്.
മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് എനർജിയായി നമ്മൾ അവർക്കൊരു മാതൃകയായി മാറുന്നിടത്താണ് ഭഗവാന്റെ നാമം ഉയർത്തപ്പെടുന്നത്. മനസ്സിലാവുന്നില്ല? അവിടെയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞനായി ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് ആരോടും വിരോധവുമില്ല, ദേഷ്യവുമില്ല, വൈരാഗ്യവുമില്ല, വെറുപ്പുമില്ല, ഒന്നുമില്ല. എല്ലാ ജീവാത്മാക്കളോടും നമുക്ക് ബഹുമാനം മാത്രം. കാരണം അതെല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ്. നമ്മളെ ദ്രോഹിച്ചവരായിരിക്കട്ടെ, നമ്മളെ കരയിപ്പിച്ചവരായിട്ടെ, നമ്മളെ വേദനിപ്പിച്ചവരാവട്ടെ, ആരുമായിക്കോട്ടെ, നമുക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയില്ല. കാരണം എന്താണ്? അത് നമ്മുടെ കർമ്മഫലമായിരുന്നു. അവർ നമ്മളോട് അങ്ങനെ ചെയ്യണം, അത് അനുഭവിക്കാനാണ് നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വാശിയില്ല, വെറുപ്പില്ല, വിരോധമില്ല, യാതൊന്നുമില്ല. നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മളൊരു സ്ഥിതപ്രജ്ഞനായിട്ട് സമാധി രൂപത്തിൽ നമ്മുടെ മനസ്സിനെ, മനോപ്രവൃത്തികളെ നമ്മൾ തികച്ചും നിയന്ത്രിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം മുട്ടിട്ട് തുടങ്ങും ഹൃദയത്തിൽ. നിർമ്മലമായിരിക്കുന്ന ആ മനസ്സുകൊണ്ട് സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ആത്മാവിൽ ആനന്ദം കണ്ടെത്താനുള്ള ഈ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഭഗവാനോട് അടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അവസ്ഥയിലൂടെ പോകുമ്പം ആ വ്യക്തി ഭഗവാന്റെ പാതയിലാണ്. ആ പാത അത്ര എളുപ്പമല്ല. പലതും കണ്ടാലും കേട്ടാലും നമ്മൾ സഹിക്കണം, ക്ഷമിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ആ വഴി എളുപ്പമുള്ള വഴിയല്ല. ആ വഴി സ്വീകരിച്ച് നമ്മൾ യുദ്ധം ചെയ്തല്ല പോകേണ്ടത്, ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകണം. അപ്പോൾ ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തായി? ഭഗവാന്റെ പാതയിലോട്ട് നമ്മൾ എൻട്രി ആയി. സ്വന്തം മോളായാലും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ എങ്ങനെ സഹിക്കും മാതാജി? നമ്മൾ എന്തിനാ അത് മനസ്സിൽ വെക്കുന്നത്? പറഞ്ഞോട്ടെ, തീർച്ചയായിട്ടും പറഞ്ഞോട്ടെ. അതേക്കുറിച്ച് നമ്മൾ ബോധേഡാവണ്ട, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. പറയട്ടെ, കർമ്മഫലമാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവർ നമ്മുടെ മകളാണെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മുടെ മകളാണ് അങ്ങനെ കരുതി കഴിഞ്ഞാൽ നമ്മൾ അവരോട് അത് തിരിച്ചു പറഞ്ഞില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർ ഈ ജന്മം നമ്മളോട് പറഞ്ഞ വാക്ക് ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ വേദന ഉണ്ടാക്കുന്നു. ആ വാക്ക് നമ്മൾ കേൾക്കേണ്ട അവസ്ഥ ആരുണ്ടാക്കി? നമ്മൾ ഉണ്ടാക്കി. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ജന്മത്തിൽ നമ്മുടെ മക്കൾ നമ്മളോട് അത് പറയേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം തീരാണ്, നമ്മൾ തീർക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മക്കളായാലും ആരായാലും ഞാൻ എന്തെല്ലാം കേട്ടിരിക്കുന്നു, എന്തെല്ലാം അനുഭവിച്ചിരിക്കുന്നു, എത്ര സഹിച്ചിരിക്കുന്നു. ഇന്ന് എനിക്കതൊരു വിഷയമേ അല്ല. പറഞ്ഞോട്ടെ. അതെ, നമുക്ക് പറയാനോ ശിക്ഷ കൊടുക്കാനോ നമ്മൾ ആരുമല്ല. പറഞ്ഞോട്ടെ. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൾക്കാരാണ് ഫിലിം ഇൻഡസ്ട്രി മൊത്തമെന്ന്. ഇന്ന് ചിലപ്പം അത് യാഥാർത്ഥ്യമായിരിക്കാം എന്ന് ന്യൂസുകളിലൂടെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇതൊന്നിലും നമ്മൾ ബോധേഡാവരുത്. നമ്മൾ അങ്ങനെ പോയിട്ട് 10 രൂപ സമ്പാദിച്ചല്ല ഭഗവാന്റെ മുമ്പിൽ കാണിക്കട്ടെന്ന് നമുക്ക് ഉറപ്പുള്ള കാലം വരെ നമ്മൾ അതേക്കുറിച്ച് ബോധേഡാവണ്ട. പറയുന്നവർ പറയട്ടെന്നേ. ഇന്ന് എൻ്റെ കുടുംബം അത് തിരുത്തി പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് ഇതൊക്കെ ഇതിലൂടെ കേൾക്കുക, ഇതിലൂടെ വിടുക. ഒരു സ്ത്രീ കേൾക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വേർഡാണത്. അതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്, അതും എൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു, ഇല്ല, മേ ബി ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ അത് ഞാൻ വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മളത് വിട്ടേക്കണം. നമ്മൾ അതേക്കുറിച്ച് മൈൻഡിൽ വെക്കരുത്. നാളെ എൻ്റെ മകൻ വളർന്ന് വലുതായി ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവനോ അവൻ്റെ ഭാര്യ എന്നോട് എന്തെല്ലാം പറയാൻ പോകുന്നു, ഞാൻ എങ്ങനെ നോക്കിയാലും എന്തെല്ലാം പറയാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ സാരമില്ല, വിട്ടേക്കൂ. നമ്മൾ എന്തിനാ അതിൽ വിഷമിക്കുന്നത്? ഭഗവാൻ പറഞ്ഞോ നമ്മളോട്? അത്രയും ചിന്തിക്കുക. ഭഗവാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിന് നമ്മൾ അങ്ങനെ അതേക്കുറിച്ച് ഇതാക്കുന്നു? അതെ, സമുദ്രത്തെ പറ്റി ആലോചിക്കണം. വലിയ എക്സാമ്പിളാണ്. എത്ര മോശമായ കാര്യങ്ങളാണ് സമുദ്രത്തിലേക്ക് പോകുന്നത്. സമുദ്രം എല്ലാം സ്വീകരിക്കുന്നില്ലേ? എല്ലാം സ്വീകരിക്കുന്നില്ലേ? എന്തിനെങ്കിലും സമുദ്രം മടി പറയുന്നുണ്ടോ? ഇല്ല. സോ നമ്മളും അതേ അവസ്ഥയിൽ പോവാം. ഞാനിപ്പോൾ അങ്ങനെയാണ്. ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒന്നും വിഷയമില്ല. നമ്മുടെ എന്താ പറയുക, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കൂടെ ഒരു ബെഡിൽ കിടന്നുറങ്ങിയവർ പോലും നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനല്ലേ നമുക്ക് വലുത്. അദ്ദേഹം പറയുന്നത് കേൾക്കുക. അദ്ദേഹം എന്താണോ നമുക്ക് കാണിച്ചു തരുന്ന വഴി, ആ വഴിയിലൂടെ പോവുക. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടാം. കഴിഞ്ഞ ജന്മത്തിൽ അത് വേറൊരാൾക്ക് കൊടുത്ത ശിക്ഷയായിരുന്നിരിക്കാം. അത് ഈ ജന്മത്തിൽ തീരല്ലേ. ഒരു ബാങ്ക് ലോൺ എടുത്തു, എമൗണ്ട് വാങ്ങിച്ചു, തിരിച്ചടയ്ക്കണ്ടേ? വേണ്ടേ? അപ്പം കുറച്ചായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായി? ആ ലോൺ അങ്ങ് തീരും. അതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ പാപഫലങ്ങളെല്ലാം ഈ ജന്മത്തിൽ ലോണുകളായിട്ട് EMI ആയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖങ്ങൾ അതെല്ലാം അങ്ങ് തീരട്ടെന്നേ. തീർന്ന് ലോൺ തീരുന്ന സമയത്ത് നമുക്കൊരു സമാധാനം കിട്ടും, ഇല്ലേ? ലോൺ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അയ്യോ. ലോൺ തീരുമ്പോഴോ, ലോൺ കഴിഞ്ഞു, NOC കിട്ടി, സന്തോഷം.
അപ്പം അതേപോലെയാണ് നമ്മുടെ ജീവിതം. ഒരു ലോണാണ് നമ്മുടെ ജീവിതം. അതിൻ്റെ ആ EMI അങ്ങോട്ട് തീരട്ടെ. ഓക്കെ, ആ പലിശ സഹിതം അങ്ങ് തീരട്ടെ. നമ്മൾ അതിലൊന്നും വിഷമിക്കേണ്ട. നമ്മളെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മക്കളെ വെറുക്കരുത്. നമ്മൾ പേറ്റുന്നോ പറഞ്ഞ് പ്രസവിച്ച മക്കളല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാവാം, നമ്മുടെ കർമ്മഫലം തീരാൻ പറഞ്ഞതാവാം. നമ്മൾ വെറുക്കരുത്. നമ്മുടെ അച്ഛൻ, അമ്മ, അമ്മായിയമ്മ, മക്കൾ, മരുമക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ ആരും പറഞ്ഞോട്ടെ, നമ്മുടെ ഗുരുക്കന്മാർ ആരും പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, വെറുക്കരുത്. വെറുക്കാതെ വിടുക, സ്നേഹത്തോടെ പോവുക, അതാണ് സമാധാനം. ഓക്കെ, അതുകൊണ്ട് മാതാജി അതൊക്കെ മനസ്സിൽ നിന്ന് കള. നമ്മൾ നല്ലത് ചെയ്താലും ചിലപ്പോൾ റിട്ടേൺസ് ചീത്തയായിരിക്കാം, സാരമില്ല, പോട്ടെ. നമ്മൾ നല്ലത് ഉദ്ദേശിച്ചല്ലേ ചെയ്തത്, ചിലപ്പം അത് സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റായി പോയേക്കാം, പോട്ടെന്നേ. ചിരിക്കുക, ഓൾവേസ് ബി ഹാപ്പി. നമ്മുടെ ചുണ്ടിലെ പുഞ്ചിരി മായാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഗുരുവായൂരപ്പൻ ഹാപ്പിയാണ്. നമ്മൾ വേദനിച്ചാൽ ആ ഹൃദയം വേദനിക്കും. എന്തിനാ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോർത്തുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടാൽ പാവം നമ്മുടെ ഭഗവാന്റെ ഹൃദയം വേദനിക്കില്ലേ? ഞാൻ അങ്ങനെ ആലോചിക്കാറ്. എൻ്റെ ചിരി മാഞ്ഞാൽ എൻ്റെ കിച്ചു വിഷമിക്കും അല്ലേ? അപ്പോൾ അതിന് കാരണമായതാരോ ഭഗവാൻ അങ്ങ് ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ? വേണ്ട. അപ്പോൾ ചിരി മായണ്ട. കിച്ചു, ഐ എം ഹാപ്പി. എൻ്റെ കിച്ചു കക്കാത്ത കള്ളനായിട്ടില്ലേ സമതകം മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് എത്ര ചീത്തപ്പേര് മേടിച്ചു, അത്രത്തോളം ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് സാരല്ല കിച്ചു, നമ്മളൊരുപോലെയാണ്, അനുഭവങ്ങളിൽ നമ്മൾ ഒരുപോലെയാണ് കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയ ഭഗവാനും ചിരിക്കും. ഭഗവാനെ കരയിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും സ്വന്തം ദുഃഖങ്ങളിൽ വേദനിക്കരുത്. പിന്നെ പറയുന്നു, ആനന്ദഭരിതമായിരിക്കുന്ന ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക. ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല. നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു അതീന്ദ്രിയമായിരിക്കുന്ന ബന്ധത്തിൽ നമുക്കൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കും. ആ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ആരെന്ത് ചെയ്താലും നമുക്കൊരു വിഷയമേ അല്ല. നമുക്കൊപ്പം നിന്നവർ നമ്മുടെ ക്ലാസ് കേൾക്കണ്ടെന്ന് പലരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എന്നെയും വിളിച്ച് പറയും, മാതാജി ഞങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ ഫോർവേഡ് ചെയ്യുന്നു, പലരുടെയും ക്ലാസ്സുകൾ ഫോർവേഡ് ചെയ്യുന്നു, മഞ്ജരീസിൻ്റെ ക്ലാസ്സുകൾ കേൾക്കണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ മഞ്ജരീസിൻ്റെത് കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ ഗീതയുണ്ടോ ആ ഗീത കേൾക്കാം. ഞാൻ എടുക്കുന്ന ഗീത തന്നെയാണ് അവരും എടുക്കുന്നത്. നിങ്ങൾ ഗീത കേട്ടാൽ മതി, മഞ്ജരീസിൻ്റെ കേൾക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എന്നാണ് പറയാറ്. വ്യക്തിബന്ധങ്ങളെ എല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാര്യങ്ങൾ ആ ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ എത്തിയാൽ മതി അല്ലേ? നമുക്ക് അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ആരാണ് ഒരാളെ വിധിക്കാൻ? എൻ്റെ ചോദ്യം അതാണ്. സാരില്ല മോനപ്പൻ പ്രഭു, നമ്മൾ ആരാണ് ഒരാളെ വിധിക്കാൻ? ആരുമല്ല. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉള്ളത് കൊണ്ടല്ലേ ഈ ഭൂമിയിൽ വന്നത്. പിന്നെ പാപഭാരം പേറുന്ന നമ്മളെന്തിനാ മറ്റുള്ളവരെ വിധിക്കാൻ പോണത്? വിധിക്കാൻ പോകണ്ട. നമ്മൾ സ്വസ്ഥമായി പോവുക, സമാധാനമായിട്ട് പോവുക. പറയുന്നവർ പറയട്ടെന്നേ, ചെയ്യുന്നവർ ചെയ്യട്ടെന്നേ. എത്ര ദൂരം പറയും? അവർക്ക് ഇന്ന് കഴിഞ്ഞ് നാളെ വേറൊരു പുതിയൊരു ചാപ്റ്റർ കിട്ടുമ്പം അവരതിൻ്റെ പിന്നാലെ പോകും. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് മരണപ്പെട്ട അർജുൻ്റെ കാര്യത്തിൽ ആദ്യത്തെ 10 ദിവസം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അർജുൻ 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 അർജുൻ. ചൂരൽമലയിൽ വെള്ളപ്പൊക്കം വന്ന് പോയപ്പോഴത്തേക്ക് എല്ലാവരുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയി. പിന്നെ സിനിമാ കഥകളെല്ലാം കേട്ടപ്പോൾ എല്ലാവരുടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട്. കാലം മായ്ക്കാനാവാത്ത മുറിവുകളൊന്നും തന്നെയില്ല. കാലത്തിന് മറിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മുറിവുകളും ഇല്ല. മനുഷ്യരാണ്, ക്ലാസ്സിലാന്ന് പറയും, മനുഷ്യരാണെങ്കിൽ എല്ലാത്തിനും ഓരോന്നിങ്ങനെ ഓരോന്നിൻ്റെ പിന്നാലെ പോകുമെന്നേ. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമ്മുടെ വേദനകൾ, സങ്കടങ്ങൾ എന്നും സന്തോഷമാക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോ എന്താ പറയുക വേദനകൾ ഉണ്ടാകുമ്പം അത് ഭഗവാൻ നമുക്ക് തരുന്ന നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കാണാം, നല്ല നല്ല അനുഭവങ്ങളായിട്ട് കാണാം. അതിലൂടെ നമ്മൾ വീണ്ടും മുന്നേറിക്കൊണ്ട് പോവാം. ക്ലിയർ? പിന്നെ പറയുന്നു, ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം കിട്ടിക്കഴിഞ്ഞാൽ, അതെ, ഭൗതികമായിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ആധ്യാത്മികമായൊരു സർട്ടിഫിക്കറ്റാണ് നേടിയെടുക്കേണ്ടത്. അത് തരേണ്ടത് ആരാണ്? നമ്മുടെ ഭഗവാൻ കൃഷ്ണനാണ്. ക്ലിയർ? പിന്നെ പറയുന്നു, ഇതിലും വലിയൊരു നേട്ടം നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാനോട് അടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആനന്ദം, അതിലും വലിയൊരു നേട്ടമില്ല. ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളുണ്ട്, വിഷ്ണുവിനുണ്ട്, ദിവ്യമാതാജിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ എന്നും കളിച്ചും ചിരിച്ചും സന്തോഷമായിട്ട് പോകും. ഈ കൂട്ടായ്മയിലേക്ക് ആർക്കും വരാം. ഇന്നലെ നമ്മുടെ എന്താ പറയുക രാജുചേട്ടൻ വന്നു. രാവിലെ വന്ന് അദ്ദേഹം വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കളിച്ചു ചിരിച്ചു, തമാശ പറഞ്ഞു, കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു വീട്ടിൽ. എന്നിട്ടാണ് പോയത്. നാളെ ഇപ്പോൾ അമർ വരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മളുള്ള സമയം സന്തോഷഭരിതമാക്കി സമാധാനമായിട്ട് മുന്നോട്ട് പോകും. അതിൽ നമുക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു തരത്തിലുള്ള കോൺസിക്വൻസും ഇല്ല. നമ്മൾ സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? ആനന്ദ നിർവൃതിയായിട്ട് പോകുന്നു.
കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാം നമ്മൾ അങ്ങനെ ഇങ്ങനെ പോട്ടെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ജീവിതം മുന്നോട്ട് പോവില്ല. ഇനി എന്താ പറയുന്നത്? ഏതൊരാപത്ഘട്ടത്തിലും അയാൾ ക്ഷുബ്ധനാവുകയില്ല. ഏതൊരാപത്ത് ഘട്ടം വന്നാലും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നീ കാരണമാണ് അത് വന്നത്, ഞാൻ കാരണമാണിത്, ഇതല്ല ചെയ്യേണ്ടത്. ഈ വന്ന കാര്യം എങ്ങനെ തീർക്കാം അതാലോചിക്കുക. ഈ വന്ന കാര്യം എങ്ങനെ തീർക്കാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആപത്ത് ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ചെയ്ത് പോവുക. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകരുത്. അത് വീട്ടിലായാലും ശരി, പുറത്തായാലും ശരി, സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ശരി, പരസ്പരം കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ഒരു പ്രശ്നം വന്നോ അതിൻ്റെ കാര്യകാരണങ്ങൾ ആരാണെന്ന് നോക്കി അന്വേഷിച്ച് പോകുന്നതിനേക്കാളും നല്ലത് ആ പ്രശ്നം എങ്ങനെ തീർക്കാം എന്നാണ് നോക്കേണ്ടത്, അല്ലേ? ഭൗതികമായിരിക്കുന്ന ബന്ധത്തിൽ നിന്നുളവാകുന്ന ക്ലേശങ്ങളിൽ നിന്നുമുള്ള മോചനമാണിത്, അല്ലേ? അപ്പം നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമ്മളൊന്ന് മുന്നോട്ട് പോകുമ്പോൾ ഭൗതികമായിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അതാണ് വേണ്ടത്. അല്ലാതെ പ്രശ്നങ്ങളെ ഇങ്ങനെ തോണ്ടി വീണ്ടും വലിയ പ്രശ്നങ്ങളാക്കരുത്. അത് ഈ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ 100 പേരെ വിളിച്ചറിയിക്കുന്നതിലും ആ വിഷയം എങ്ങനെ തീർത്ത് സമാധാനമായിട്ടിരിക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ പെട്ടതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ യോഗ പരിശീലനം കൊണ്ട് സാധകൻ ക്രമേണ ഭൗതിക സങ്കല്പങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് തീരും. യോഗ ശീലിക്കുന്ന സമയത്ത് സഞ്ജുവിനൊക്കെ മാതാജി യോഗ ശീലിക്കുന്ന സമയത്ത് എന്താ പറയുക, തീർച്ചയായിട്ടും സുരേഷ് പ്രഭു അടുത്താണെങ്കിൽ വരായിരുന്നു. കറക്റ്റാണ്, വരാം, നമുക്ക് കാണാം. ഞാൻ എറണാകുളം വരുന്നുണ്ട്, അപ്പം നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, കോട്ടയത്തൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും കാണാം. അപ്പം എന്താ പറയുക, ജ്ഞാനം കൊണ്ട് അതെ, ജ്ഞാനം കൊണ്ട് ഭൗതികമായിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നത് എപ്പോഴും ആ സാധകൻ യോഗ പരിശീലനം വഴിയാണ്. യോഗ ഒരിക്കലും ബോഡി ഷേപ്പ് നിലനിർത്താൻ സാധനമല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. മനസ്സും ശരീരവും ഇന്ദ്രിയവും ചിന്തവും വാക്ക് പ്രവൃത്തി ഇതെല്ലാം ഒരേ നേർരേഖയിൽ കൊണ്ടുവന്ന് അറിവിലൂടെ ധ്യാനത്തിലൂടെ ഭക്തിയിലേക്കും പോകുന്ന കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. ഇത് അനുഷ്ഠാനം ചെയ്യുന്ന ഒരു സാധകൻ എപ്പോഴും ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കും. യോഗ സിദ്ധാന്തത്തിൻ്റെ പ്രാഥമിക ലക്ഷണമാണിത്. എന്താണ്? നമ്മുടെ മനസ്സിനെ നേർരേഖയിൽ കൊണ്ടുവരുന്നത് യോഗാ സിദ്ധാന്തത്തിൻ്റെ പ്രാഥമിക ലക്ഷണമാണ്. ചാലക്കുടി വരാലോ? ഉഷ മാതാജിയും വരൂ, എല്ലാവരും വരൂ, നമുക്ക് കാണാം. പിന്നീട് സമാധി എന്ന അവസ്ഥ കൈവരിക്കുന്നു. സമാധി ആയിക്കഴിഞ്ഞാൽ ഉടനെ കുഴി തോണ്ടി അതിലിട്ടു എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിട്ട് ഒരു സമാധാനം കിട്ടും ജീവിതത്തിൽ, അല്ലേ? സമാധാനം നേടുന്ന ഒരവസ്ഥ, ആ അവസ്ഥ ആദികളെയും വ്യാധികളെയും എല്ലാം കളഞ്ഞ് ഓക്കെ സമാധാനം ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും. ആഗ്രഹങ്ങളെല്ലാം ചവറ്റുകൊട്ടയിൽ അങ്ങ് ഇട്ട് കളയാം. ഇന്നലെ രാജുചേട്ടൻ വന്നപ്പം ചോദിച്ചു, മാതാജി സ്വന്തമായൊരു വീട് വെക്കണ്ടേ? ഓ, എന്തിന് രാജുചേട്ടൻ? ഇത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്ന ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ആർക്കും. നാളെ ഞാനിവിടെ ഈ സീറ്റിൽ ഇരിക്കുമെന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ എന്തിന് ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടണം? ഭഗവാൻ തരാൻ താല്പര്യമുണ്ടെങ്കിൽ തരട്ടെ. ഭഗവാൻ പറയാണ്, എൻ്റെ അധീനതയിലുള്ള ഈ ഭൂമിയിൽ ഒരു 5 സെൻറ്റ് സ്ഥലത്തൊരു വീട് നിനക്ക് ടെമ്പററി ആയിട്ട് താമസിക്കാൻ ഞാൻ തരുന്നു, അവിടെ താമസിച്ചോ എന്ന് ഭഗവാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തരട്ടെ. ഇല്ലേ? വേണ്ട, നീ ഇവിടെ ഇരിക്കൂ, ഇവിടെ ചിന്തിക്കൂ, ഇത് പറയൂ, ഇവിടെ താമസിച്ചാൽ മതി എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു, ഞാൻ താമസിക്കുന്നു. അതെത്ര പരിമിതമായ സ്ഥലമാണെങ്കിലും ഞാൻ ഹാപ്പി. ശ്രീല പ്രഭുപാദജി അങ്ങനെ ചിന്തിച്ചോ? എല്ലാം വിട്ടെറിഞ്ഞല്ലേ നമ്മുടെ ഗുരുപരമ്പരകളൊക്കെ പോയത്? അവരിന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നില്ലേ? അവർക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടായിരുന്നോ? കൃഷ്ണനാമം എപ്പോൾ ഇല്ലാതാവുന്നു നമ്മളൊരു സീറോയിലേക്ക് പോയി. ഓക്കെ, എറണാകുളം വരുന്നത് ഒരു മേ ബി ഞാൻ കലൂരായിരിക്കും വരെ. എനിക്ക് ത്രേസ്യാമ്മ ചേട്ടത്തി ഒന്ന് കാണും, എൻ്റെ അമ്മച്ചി. മലപ്പുറം ജില്ലയിൽ വരാറുണ്ട്, കാടാമ്പുഴ ക്ഷേത്രത്തിൽ വരാറുണ്ട്, അങ്ങനെയൊക്കെ. യോഗി അതീന്ദ്രമായിരിക്കുന്ന മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പരമാത്മാവിനെ സാക്ഷാത്കരിച്ചു എന്നാണ് അർത്ഥം. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ യോഗയെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് ഭഗവാനുമായി ബന്ധം സ്ഥാപിച്ചു പോകുന്ന അതീന്ദ്രിയമായ അവസ്ഥയിലൂടെ സമാധിയിലേക്ക് വന്ന ഒരു വ്യക്തി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തി എങ്ങനെയാണോ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്, ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുമാണ് നമ്മൾ ഭഗവാനോട് അടുക്കേണ്ടത്, ശരീരം കൊണ്ടല്ല. ശരീരം അതിനെന്താണ്? ഞാൻ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൂടെ കോഴിക്കോട് കാണും മാക്സിമം. മോനെ ഇവിടുന്ന് കയറ്റി വിട്ടാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോകും. അതുവരെ അവന് കുറച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, മാതാജി എന്നുള്ളതിലുപരി ഒരു അമ്മയാണ്. അപ്പം അവൻ്റെ ഭക്ഷണം അവനെ ഒന്ന് കുളിപ്പിച്ച്, അവനെ ഒന്ന് പുതപ്പിച്ച് കിടത്തി ഉറക്കി, ഒരു അമ്മയുടെ സാമീപ്യം അത് നമ്മൾ എന്തായാലും വേണമല്ലോ. അവനോട് കുറച്ച് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും മോനെ 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 എന്ന് 4 വട്ടം വിളിച്ചും അങ്ങനെ ഒരു അമ്മയുടെ സാമീപ്യം കൊടുത്തുകൊണ്ട്
ഒരു 2 ദിവസം കൂടി ഉണ്ടാവും. അവൻ്റെ ക്ലാസ് തുടങ്ങി അവൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് പക്കയാക്കി മക്കളെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഒരു പിൻബലം കൊടുക്കുന്നത് വരെ ഇവിടെയുണ്ട്. മാക്സിമം 2 days. അത് കഴിയുമ്പോൾ ഞാൻ പോകും. അപ്പം പതഞ്ജലിയുടെ സിദ്ധാന്തം അനുസരിച്ച് പ്രായേണ യോഗാനുഷ്ഠാനം കൊണ്ട് ചെയ്തു വരുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ പതഞ്ജലി അല്ല. പതഞ്ജലി എന്ന് പറയുന്ന യോഗ സമ്പ്രദായമാണെന്ന് തോന്നുന്നു. എനിക്കതേക്കുറിച്ച് വലിയ അറിവില്ല. പതഞ്ജലിയെക്കുറിച്ച് അറിയുന്നവർ പറയൂ പതഞ്ജലിയെക്കുറിച്ച്. അപ്പം പതഞ്ജലി യോഗ തന്നെയാണല്ലേ? യോഗയിലുള്ള ഒരു യോഗയിൽ തന്നെയുള്ള ഒരു മോനിപ്പോൾ വരും. മോൻ എന്നോട് പറഞ്ഞു, രാജുമാമ കൊണ്ടുവന്ന് ആപ്പിൾ എടുത്തു വെക്കണേ മമ്മിയിൽ നിന്ന്. എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പതഞ്ജലിയിലൂടെയൊക്കെ നമുക്ക് യോഗാനുഷ്ഠാനം ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ക്രമേണ നമ്മളിങ്ങനെ ശ്രമിക്കും തോറും നമുക്കൊരു ഇരുത്തം കൈവരിക്കാൻ സാധിക്കും. മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് ഒരു സമാധാനമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് സ്ഥാപിക്കാൻ അധികാരികളില്ലാത്ത ചില ഭാഷ്യാകാരന്മാർ അതിനുവേണ്ടി ശ്രമിക്കുന്നു. ജീവാത്മാവും പരമാത്മാവും രണ്ടായിട്ട് കാണുന്ന വ്യക്തികളുണ്ട്. ഒരിക്കലുമില്ല. പരമാത്മാവിൽ നിന്ന് വന്നതാണ് ജീവാത്മാവ്. പരമാത്മാവിൽ നിന്ന് വന്ന ജീവാത്മാവ് ഭൂമിയിൽ ജീവിച്ച് ജീവാത്മാവ് പരമാത്മാവിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അദ്വൈതവാദികൾ ഇതിനെയാണ് മുക്തി എന്ന് കരുതുന്നത്. എന്നാൽ പാതഞ്ജലി യോഗാദർശനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടല്ല അവരാരും അതീന്ദ്രിയ ആനന്ദത്തെ പതഞ്ജലി അംഗീകരിച്ചിട്ടുമുണ്ട്. യോഗാശാസ്ത്രം പതഞ്ജലിയുടേതാണ്. ഫൈൻ. നമ്മുടെ ശ്രീല പ്രഭുപാജിയുടെ യോഗ എന്നൊരു പുസ്തകമുണ്ട്. ഞാൻ അതേക്കുറിച്ച് അതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് ചെറിയ ബുക്കാണ്, ഒരു 80-90 രൂപയുടെ ബുക്ക്. അതിൽ യോഗയെക്കുറിച്ച് നന്നായി വിവരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കിട്ടും. ഓരോരോ മുദ്രകൾ, കാര്യങ്ങൾ, യോഗയെക്കുറിച്ചുള്ള സംഭവങ്ങൾ ഇതെല്ലാം കിട്ടും. ഗീത ഒന്ന് തീരട്ടെ. നമുക്ക് മഹാഭാരതം പെൻഡിങ് ആണ്, ഹനുമത് ചരിതം പെൻഡിങ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഒതുങ്ങിയാൽ നമുക്ക് യോഗയിലേക്ക് കിടക്കാം. പക്ഷെ അദ്വൈതവാദികൾ ഐക്യസിദ്ധാന്തത്തിന് വിരുദ്ധമെന്ന് ഭയന്നിട്ടാവാം അത് സ്വീകരിക്കാത്തത്. അദ്വൈതവാദികളുമുണ്ട് നമ്മുടെ വൈഷ്ണവ രീതിയിൽ പോകും. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചൊരു ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്വൈതവാദികൾ പറയുന്നതും ശങ്കരാചാര്യരുടെ രീതിയിൽ പറയുന്നതും തമ്മിൽ രണ്ട് രീതിയുണ്ട്. അപ്പം അത് കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം, എങ്കിലേ നമുക്കത് മനസ്സിലാവും. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരാൾ ക്ലാസ് എടുത്ത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹവും ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതേക്കുറിച്ച് ക്ലാസ്സിലാന്ന് പറയും. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊക്കെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പയ്യെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ പറയുന്നു, ജ്ഞാനവും ജ്ഞാനിയും രണ്ടാണെന്നാണ് അദ്വൈതവാദത്തിന് സ്വീകാര്യമല്ല. ഈ ശ്ലോകത്തിൽ അതീന്ദ്രിയ ആനന്ദം ദിവ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവയോഗമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതീന്ദ്രിയ ജ്ഞാനം ദിവ്യമായ അനുഭവം കൊണ്ടാണ് നേടിയെടുക്കുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ഒരിക്കലും കുറേ ഇരുന്നത് കൊണ്ട് ഒരു അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കില്ല. ധ്യാനത്തിൽ ഇരുന്നുകൊണ്ടൊന്നും ലഭിക്കില്ല. ദിവ്യമായ അനുഭൂതി, ദിവ്യമായ ജ്ഞാനം കൊണ്ടാണ് നമുക്ക് അതീന്ദ്രിയമായിരിക്കുന്നൊരു ജ്ഞാനം നേടാൻ സാധിക്കുന്നത്. യോഗാശാസ്ത്ര പ്രണേതാവായ പതഞ്ജലി മുനി ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. ആ മഹർഷി തൻ്റെ യോഗാശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? പുരുഷാർത്ഥ ശൂന്യാനാം ഗുണാനാം പ്രതി പ്രസവ കൈവല്യം സ്വരൂപ പ്രതിഷ്ഠ വാ ചിതി ശക്തിരിതി എന്നാണ് പറയുന്നത്. സാരല്ലേ പ്രഭു, എല്ലാവരും ഭഗവാനിലേക്കല്ലേ, പടച്ചോനായാലും എന്താ പറയുക, പരമാത്മാവായാലും പരിശുദ്ധാത്മാവായാലും എല്ലാം സത്യത്തിലേക്കും ധർമ്മത്തിലേക്കല്ലേ പോകുന്നത്. അങ്ങേക്ക് ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. ഉണ്ടായിക്കഴിഞ്ഞു, അതുകൊണ്ടാണ് അങ്ങ് കേട്ടിരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും അങ്ങയുടെ സമൂഹത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളും പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പം ഈ ഒരു ചിതിശക്തി അഥവാ അന്തരംഗ ശക്തി ഇന്ദ്രിയാതീതമാണ്. നമുക്ക് ഭഗവാനെ ഉള്ളിൽ ദർശിക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ പാതയിലൂടെ ലതാ സതീശൻ മാതാജി, എറണാകുളം ഞാനൊരു 3-4 ദിവസത്തിനുള്ളിൽ വരും മാതാജി. അപ്പം നമുക്ക് ഈ ഒരു ചിതിശക്തി ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു അതീന്ദ്രിയമായിരിക്കുന്ന അവസ്ഥ നമുക്ക് ഇന്ദ്രിയങ്ങൾക്കും അതീതമാണെന്നാണ് പറയുന്നത്. നമ്മൾ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നൊരു ദൂരമുണ്ട്, കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ ഒരു അകലമുണ്ട്, അല്ലേ? അതുപോലെ അനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥകളുണ്ട്. അപ്പം ഇതിനെല്ലാം പരിമിതികളുണ്ട്, ഇന്ദ്രിയങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. ഇതിനും അപ്പുറമാണ് ഭഗവാനുമായിട്ടുള്ള ഒരു അതീന്ദ്രിയമായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അതീന്ദ്രിയം അവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റുപാടുള്ളതൊന്നും നമ്മളെ ബാധിക്കില്ല, ഒന്നും ബാധിക്കില്ല. ഭൗതിക ധാർമ്മികത്വം, സമ്പദ് വികസനം, ഭോഗസുഖപ്രാപ്തി, ഒടുവിൽ ബ്രഹ്മത്തിൽ ലയിക്കാനുള്ള യജ്ഞം, ഇവയത്രേ പുരുഷാർത്ഥങ്ങൾ നമ്മൾ ഗീതയിൽ പറയുന്നത് ഭൗതിക ധാർമ്മികത്വം, സമ്പദ് വികസനം, ഭോഗസുഖപ്രാപ്തി, പിന്നീടാണ് ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 4 പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരൂ മോനെ. ഇല്ല, കാണില്ല, മമ്മി തിരിച്ചു വെക്കാം. അവൻ ഓടിപ്പോയി. ഇല്ല കുഞ്ഞൻ കയറിക്കോ. അവന് ലൈവിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഷൈ ആണ്. ഇല്ല മക്കൾ കയറിക്കോ,
മോന് പനി ഉണ്ടായിട്ട് എല്ലാവരും ചോദിച്ചായിരുന്നു എന്തായിന്ന്. പറയോ മോൻ പനി മാറിയെന്ന്? ഒന്ന് പറഞ്ഞിട്ട് പോടാ മക്കളെ, അത് മോശമല്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ട് വരൂ കുഞ്ഞാ, എടുക്കും മോനെ, വാ ഇവിടെ വാ. അങ്ങനെ പറയല്ലേ മക്കള്, വാ. അവനെ ഭയങ്കര ഷൈ. മോൻ പറ. ഇല്ല പറയില്ല, അച്ഛൻ്റെ ഫോൺ എടുത്ത് വന്നാല്. അപ്പോൾ 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഭയങ്കര ഷൈയാണ്, ഒരു രക്ഷയില്ലാത്ത ഷൈയാണ്. മമ്മി എനിക്ക് നാണാണെന്നാ പറയാ. ഓടിപ്പോയവൻ എൻ്റെ അച്ഛൻ്റെ ഫോൺ വന്നപ്പോഴേക്കും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 കാര്യങ്ങളാണ് നമ്മൾ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഈ സായുജ്യത്തെ കൈവല്യം എന്നാണ് അദ്വൈതവാദികൾ വിളിക്കുന്നത്. കൈവല്യം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ സായുജ്യത്തെയാണ് കൈവല്യങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താ പറഞ്ഞത്? കൈവല്യം ഇല്ല, പറയൂ, എന്താ പറഞ്ഞത് പറ. മോൻ ഇങ്ങോട്ട് വരൂ, കേൾക്കുന്നില്ല. സിനിമയ്ക്കാ? ആഹാ, അച്ഛനോട് പറഞ്ഞ സിനിമയ്ക്ക് പോവാണെന്ന്? അച്ഛൻ്റെ അടുത്ത് പറയാതെ മക്കൾ എങ്ങനെ പോകും സിനിമയ്ക്ക്? മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. മമ്മീനോട് ചോദിച്ചാൽ മമ്മി എന്തു പറയും? ഉറങ്ങിയെന്ന് പറയണല്ലേ. പ്രശ്നമാണോ? പനിയായിട്ട് മക്കളെ മഴയത്ത് പോയാൽ അച്ഛൻ വെറുതെ വിടുമോ? ആ സിനിമാ തിയേറ്ററിൽ കയറി വരും അച്ഛൻ. പപ്പയോട് പറഞ്ഞ? അത് ശരി. അപ്പം ഞാൻ എല്ലാവരോടും പറയണം മക്കൾ സിനിമയ്ക്ക് പോയില്ല, ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന്. അന്നാ ലൈവിൽ വന്നിട്ട് മക്കൾ പറയും പനി മാറി എന്ന് പറയാം, അല്ലേ ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചു പറയും. പറയോ ഞാൻ സിനിമയ്ക്ക് പോണില്ലെന്ന്, എന്നാലും ലൈവിൽ വരാൻ പറ്റും. വേറെ ആരുണ്ട് മോനെ? ആരാ? വസീമുണ്ടാ? മോൻ്റെ കൂടെ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടിയാ? ഹൈദരാബാദിലുള്ള കുട്ടിയാ? എന്നാ മക്കളെ പോയിട്ട് വാ, മഴയൊന്നും കൊള്ളരുത് കേട്ടോ. എങ്ങനെ പോവും? ആരെ വണ്ടി? നമ്മുടെ വണ്ടി എടുത്താണോ നീ പോണേ? ശരി, എന്നാ പോയിട്ട് വാ, വേഗം വരണോട്ടാ. വരൂല, ലൈവിൽ വരൂല. ഫുഡ് എല്ലാം ഉണ്ട് മോന്, ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്. ചോറ്, കറി, ഉപ്പേരി, പപ്പടം, തോരൻ. അപ്പോൾ എന്താ പറയുക, പിന്നെന്താ ഉള്ളത്? പനീർ അതൊന്നുമില്ല. ചോറ്, കറി, ചോറ്, സാമ്പാർ, കഞ്ഞി മമ്മി വെച്ചേടാം ക്ലാസ് കഴിയുമ്പോൾ. മക്കൾ എന്നിട്ട് മമ്മി കഞ്ഞി ഉണ്ടാക്കി തരും. ഇല്ല, വിളിച്ച് വെറുപ്പിക്കില്ല. എന്താ കഥ? റെസ്റ്റ് വേണം. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഹൈദരാബാദിലുള്ള അവൻ്റെ 1-2 കൂട്ടുകാർ കൂടെ പഠിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയണം മമ്മി ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാം, എല്ലാവരോടും പറയണമെന്ന്. കോഴിക്കോടാണ്. പപ്പയോടും അച്ഛനോടും ഒക്കെ പറയണം മമ്മി. വിഷ്ണുവിനോടൊക്കെ എന്താ പാട് ഉഷാറില്ലെന്ന്. ഇനി ബിന്ദമ്മയുടെ നേരെ പോയിട്ടുണ്ട്. എന്തേ ബിന്ദമ്മാന്നും ചോദിച്ചിട്ട്. ഇനി കുറച്ചു നേരം ബിന്ദമ്മയെ ചൊറിയും. അത് കഴിയുമ്പോൾ ദിവ്യാൻറ്റി എന്ന് പറഞ്ഞാൽ ദിവ്യാൻറ്റിയെ ചൊറിയും. ബിന്ദമ്മേനോടൊക്കെ വെറുതെ ഇരിക്കണം, ഒന്നാവാ നമുക്ക് സിനിമക്ക് പോയിട്ട് വരാമെന്ന്. ഹരേ കൃഷ്ണ, എന്താ പറയാ. പോയിട്ട് വരട്ടെ, അവൻ്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കില്ല. ഇവിടെ തൊട്ടടുത്ത് ഹൈലൈറ്റ് മാളിൽ ഒരു 3 minutes പറഞ്ഞിട്ടേ പോകും. എവിടെയാണെങ്കിലും വരുന്ന സമയം കൃത്യമായിട്ട് അവനറിയാം. അവൻ വരുന്നവരെ ഞാൻ ഉറങ്ങാതെ നോക്കിയിരിക്കുമെന്ന്. കാണണം തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത്രയും കാര്യങ്ങളാണ്. ഈ സായുജ്യത്തെ കൈവല്യം എന്നാണ് അദ്വൈതികൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ പതഞ്ജലിയുടെ ദൃഷ്ടിയിൽ ജീവാത്മാവിന് തൻ്റെ മൂലസ്വരൂപത്തെ പറ്റി ബോധമുളവാക്കുന്നതിന് സഹായിക്കുന്ന അന്തരംഗ ശക്തി അഥവാ അതീന്ദ്രിയ ശക്തിയാണ് കൈവല്യം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രീ ചൈതന്യ മഹാപ്രഭു ഛേദോതർപ്പണമാർജനം അഥവാ മലിനമായിരിക്കുന്ന മനോതർപ്പണത്തിൻ്റെ ശുദ്ധീകരണം എന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ മനസ്സെപ്പോഴും മലിനമാണ്. അപ്പോൾ അതിനെല്ലാം മലിനമായ ആ ഒരു എന്താ പറയുക, താങ്ക് യു ജയമാതാജി, അല്ല 2-3 ദിവസം കൂടെ. അപ്പം മലിനമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങൾ അല്ലെങ്കിൽ കൈവല്യം എന്ന് പറയുന്നത്. ഈ ശുദ്ധീകരണത്തെയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. അമ്മയുടെ മോൻ തന്നെ. ഭവമഹാത്മാഗ്നി നിർവാപണം, ആദിമമായിരിക്കുന്ന നിർവാണ സിദ്ധാന്തവും ഇതിനോട് യോജിക്കുന്നു.
അപ്പം നമ്മുടെ മനസ്സിനെ എന്നും ഏകാഗ്രതയോടുകൂടി നിർവൃതിയോടുകൂടി മുക്തിയിലേക്ക് നയിക്കുന്ന അവസ്ഥ. അതിന് പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പിന്നെന്താ പറയുന്നത്? ഭാഗവതത്തിൽ പറയുന്നു സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയുന്ന അവസ്ഥയെ ഭഗവത്ഗീത ഇവിടെ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഭാഗവതത്തിലും പറയുന്നത്. ഞാനേ നാളെ രാവിലെ എടുക്കാം ബാക്കി ക്ലാസ്. അവൻ കഞ്ഞി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവൻ ഇനിയിപ്പോൾ 2 മണിയാവും വരാൻ. അത്രയും നേരം പാവം തിയേറ്ററിൽ ഇരുന്ന് അവന് വിശന്നാലോ. അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ എടുക്കാം ക്ലാസ്. വിശന്ന് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എനിക്ക് ഡിന്നർ കഴിക്കാൻ പറ്റൂല. ഞാനിവിടെ ഉണ്ടാവുമ്പം നമുക്കതൊരു സങ്കടമല്ലേ. അപ്പോൾ വേഗം കുക്കറിൽ ഒരു ഇച്ചിരി അരിയിട്ട് കഞ്ഞി ഉണ്ടാക്കി അവനതൊന്ന് ഊട്ടിക്കൊടുത്താൽ ഒരു സമാധാനം. പിന്നെ അവൻ്റെ കൂട്ടുകാരും വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി എന്തെങ്കിലും സംഭവം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഓക്കെയാണ്. അപ്പം അത് കാരണം അതൊന്ന് ചെയ്യണം. ഓക്കെ, അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് ഒന്ന് വിട്ടെടുക്കാം. പിന്നെ നാളെ നമുക്ക് രാവിലെ ഒരു 7:30 നോക്കട്ടെ ഞാൻ 7:30 മറ്റോ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പറ്റിയാൽ നമുക്ക് 7:30 എന്നുള്ളതൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് എടുക്കാം. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ സന്തോഷത്തോടിരിക്കുക. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ളത് മഞ്ജരീസിൻ്റെ 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. അതെ, ഞാനപ്പോൾ വേഗം ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. പാവല്ലേ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഹരേ കൃഷ്ണ. നാളെ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. പറ്റിക്കൂല. അതെ, പറ്റിക്കൂല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് കാണിച്ചില്ലെങ്കിൽ അതും വിഷമം. ഒരു 8:30 ആകുമ്പോഴേക്കും. ഓക്കെ, ശരി, നാളെ കാണാം.